Once again, greetings in the powerful and matchless name of our Lord and Savior Jesus Christ. ഒരിക്കൽ കൂടി യേശു കർത്താവിന്റെ ശക്തിയുള്ള ധന്യമേറിയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. Glad to be in the house of God yet again in the evening. ഒരിക്കൽ കൂടി വൈകിട്ട് ദൈവസന്നിധിയിൽ ഇരുപ്പാൻ ദൈവം സമയം തന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. We had a wonderful time in the morning and I thank God for this church, for the vision, for the leaders and for your desire to pray and be in the presence of Jesus. പകൽക്കാലം ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സമയം തന്നു. പ്രത്യേകിച്ച് ദൈവദാസന്മാരുടെ ദർശനത്തെ ഓർത്ത് ദൈവത്തിനെ വാഴ്ത്തുന്നു. We continually, when we seek the presence of God, God eventually shows up among his people. നിരന്തരമായി ദൈവത്തിന്റെ മുഖം നമ്മൾ അന്വേഷിക്കുമ്പോൾ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുവാൻ, തന്റെ ഇഷ്ടം അറിയിക്കുവാൻ ഇടയാകും. And as I said this morning, the Lord loves to answer our prayers. The Lord is desirous, the Lord is eager to listen and to answer our prayers. ഞാൻ പകൽക്കാലം ഓർപ്പിച്ചതുപോലെ കർത്താവിന് വളരെ ഇഷ്ടമുണ്ട് തന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുവാൻ കർത്താവ് വളരെയധികം ആഗ്രഹിക്കുന്നു. It was James who wrote this, you have not because you ask not. യാക്കോബാണ് ഇങ്ങനെ എഴുതിയത്, നിങ്ങൾക്ക് ലഭിക്കാത്തത് നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ്. And you ask and you do not have because you ask amiss. That means you ask for the wrong things or in the wrong manner. നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ കാരണം എന്ന് അദ്ദേഹം പറയുന്നു, നിങ്ങൾ തെറ്റായ കാര്യം തെറ്റായ രീതിയിൽ ചോദിക്കുന്നു, അതുകൊണ്ട് ലഭ്യമാകുന്നില്ല. That means the opposite is also true. If we ask rightly if we ask him, the Father is ready to give what we are asking അതിന്റെ for. അർത്ഥം ഇങ്ങനെയാണ്, വിപരീതമായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ശരിയാവണ്ണം ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ പിതാവ് നൽകി തരുവാൻ മതിയായവനാണ്. This evening I want to turn your attention again to Luke chapter 1. ഇന്ന് വൈകിട്ട് ഒരിക്കൽ കൂടി ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. I wanted to do something else but the Spirit constrained me. I want to do from Luke 1 again but in a different light. മറ്റൊരു കാര്യം എനിക്ക് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ തടയുവാനിടയായി ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് തന്നെ തുടർന്നും സംസാരിക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. Okay, Luke chapter 1 verses 5 through 25. We are going to read it together. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള വചനങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോകുകയാണ്. It is a long passage and we are used to listen to few verses and then we go to preaching, but if you listen to the word of God spoken and read well, you don't have to work hard during your sermon. നമുക്ക് നീണ്ട ഭാഗങ്ങൾ വായിക്കുന്നത് പരിചിതമല്ലായിരിക്കാം, ചെറിയ വാക്യങ്ങൾ മാത്രമായിരിക്കാം വായിക്കുന്നത്. എന്നാൽ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക, നമുക്ക് അധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരത്തില്ല. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഇടയാകും. Are you ready? തയ്യാറാണോ? Your own Bibles or the screen? നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ അതോ സ്ക്രീനിലേക്കാണോ നോക്കുന്നത്? എവിടെ നോക്കിയാലും വായിച്ചാൽ മതി. All right. Okay, ready? We'll read it together. I'll read it in Hindi. All right? Is that okay? Yes. And so that we can all be worshiping together. Ready? 1, 2 and 3. Come on. അഞ്ച് മുതൽ. Yes. യഹൂദിയ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബ്യാക്കൂറിൽ സക്രിയാവ് എന്ന പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞ് ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹം ഒക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സക്രിയാവ് അവനെ കണ്ടു ഭ്രമിച്ച് പരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സക്രിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേർ ഇടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സക്രിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ജനം സക്രിയാവിനായി കാത്തിരുന്നു. അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു. അവൻ പുറത്തു വന്നാറേ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല. അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്നവർ അറിഞ്ഞു. അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു.
അവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിശബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ച് പാർത്തു. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. This is the word of the Lord. Say amen. ഇത് ദൈവത്തിന്റെ വചനമാണ്. ആമേൻ പറഞ്ഞാട്ടെ. Word of the Lord. ഇത് ദൈവത്തിന്റെ വചനമാണ്. This is the word of the Lord. ഇത് ദൈവത്തിന്റെ വചനമാണ്. This is the word of the Lord. ഇത് ദൈവത്തിന്റെ വചനമാണ്. So this is a couple, Zechariah and Elisheba. ഇവിടെ നമ്മളൊരു ദമ്പതിയെ കാണുകയാണ്, സക്കറിയാവും എലിശബത്തും. And you have their qualities, and you can. I will interact with you, and you help me to preach this evening. Okay. അവരുടെ ഗുണഗണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുകയാണ്. നിങ്ങൾ എന്നെ സഹായിക്കണം. ഈ പ്രസംഗം പ്രസംഗിക്കുവാൻ തീർച്ചയായും നിങ്ങളുടെ സഹായം അനിവാര്യമാണ്. Tell me from 5, 6 and 7 some of the qualities and some of the challenges they are having. 5, 6, 7 വാക്യങ്ങളിൽ നിന്ന് അവർ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അവരുടെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാട്ടെ. All right, begin. പറഞ്ഞാട്ടെ. പുരോഹിതനായിരുന്നു. Very good. He was a priest. Excellent. Yeah. Wonderful. From the descendants of Aaron. That's excellent. Very good. അഹരോന്റെ തലമുറയിൽപ്പെട്ടവരായിരുന്നു. പിന്നെ they were righteous and upright. Somebody said that. Very good. നീതിയുള്ളവരായിരുന്നു, സത്യമുള്ളവരായിരുന്നു. Very good. Yeah. And yeah, they were blameless. You could not blame them. They were so good. There was no blame against them. അവരുടെ ജീവിതത്തിൽ അത്രമേൽ നന്മ ഉണ്ടായിരുന്നു, ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു. Not just that. One more thing. അത് മാത്രമായിരുന്നില്ല, മറ്റെന്തെങ്കിലും ഉണ്ടോ? Brothers are also allowed to speak in church. No problem. സഹോദരന്മാർക്കും സഭയിൽ സംസാരിക്കാൻ അനുവാദമുണ്ട്. They are very humble. Ladies first. അവര് വളരെ താഴ്മയോടെ സഹോദരിമാർക്ക് മുൻഗണന കൊടുക്കുകയാണ്. All right, one more thing. In verse 6, its last part. 6-ാം വാക്യത്തിന്റെ അവസാന They ഭാഗം. walked in the ordinances. They obeyed the commands of God. അവർ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ ന്യായവിധികൾക്ക് അനുസരിച്ച് നടക്കുന്നവരായിരുന്നു. Verse 7, something else. 7-ാം വാക്യം മറ്റെന്തെങ്കിലും ഉണ്ടോ അവിടെ? They were childless. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. All right. Why? എന്തുകൊണ്ടാണ്? Both were old. രണ്ടുപേരും പ്രായം ചെന്നവരായിരുന്നു. And അത് മാത്രമല്ല, Elizabeth was barren. എലിശബത്ത് മച്ചിയായിരുന്നു. Thank you. You know how to read your Bible, so I'm very happy. നിങ്ങൾക്ക് എല്ലാവർക്കും ബൈബിൾ നന്നായി വായിക്കുവാനായിട്ട് അറിയാം. ഞാൻ സന്തോഷിക്കുന്നു. I want to bring you some background and then we'll jump into what the message the Lord has for us this evening. ഞാൻ നിങ്ങൾക്ക് ആ പശ്ചാത്തലം ഒന്ന് വിവരിച്ചിട്ട് ദൈവം തന്ന സന്ദേശത്തിലേക്ക് So കയറുവാൻ Zechariah is a ആഗ്രഹിക്കുന്നു. devout man. Zechariah is a devout man. സക്കറിയാവ് നല്ല ഭക്തനായ മനുഷ്യനാണ്. You just said that he belongs to the family of Aaron. He is from the priestly family. നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അഹരോന്യ പൗരോഹിത്യ കുടുംബത്തിൽപ്പെട്ടവനാണ്. He's upholding the tradition of his fathers. He is righteous. He's obeying and doing everything his forefathers have done. തന്റെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് തന്റെ പൂർവ്വ പിതാക്കന്മാർ ചെയ്തു വന്ന നല്ല കാര്യങ്ങളെ പിൻഗമിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. Even Elizabeth is also from the family of priests. ആ പുരോഹിത കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് എലിശബത്ത് എന്ന് ഓർക്കുക. And both of them love Jesus very much. രണ്ടുപേരും യേശുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. They both of them want to serve God all their lives. രണ്ടുപേർക്കും അവരുടെ ജീവിതത്തിൽ ഉടനീളം കർത്താവിനെ മാത്രം സേവിക്കണമെന്ന് They have ആഗ്രഹമുള്ളവർ. dedicated their lives for full-time ministry. അവർ പൂർണ്ണസമയ സുവിശേഷക്ക് വേണ്ടി ജീവിതം They സമർപ്പിച്ചവരാണ്. are taking care to obey God and His commandments. അവർ കർത്താവിനെയും കർത്താവിന്റെ കൽപ്പനകളെയും അനുസരിപ്പാൻ എപ്പോഴും ശ്രദ്ധാലുക്കളായിരുന്നു. Now let me help you to understand further. There were 24 teams of priests in Israel at that time. ഒരു കാര്യം മനസ്സിലാക്കണം. ഇസ്രായേലിൽ ആ സമയത്ത് 24 കൂട്ടം പുരോഹിതന്മാർ ശുശ്രൂഷയ്ക്ക് തയ്യാറായിരുന്നു. And approximately 18,000 priests are there. ഏതാണ്ട് 18,000-ഓളം വരുന്ന പുരോഹിതന്മാരുണ്ട് ഈ ഒരു കൂട്ടത്തിൽ. Okay? And so these 18,000 men are divided into 24 ഈ groups. 18,000 പേര് വരുന്ന പുരോഹിതന്മാരെ 24 വിഭാഗങ്ങളായി വേർതിരിച്ചിരിക്കുകയാണ്. And that means these 24 teams will get 2 opportunities in the year to serve in the temple of God. അതിനർത്ഥം ഈ 24 പുരോഹിത വിഭാഗങ്ങൾക്കും ഒരു വർഷത്തിൽ 2 പ്രാവശ്യം മാത്രമാണ് ആ ദേവാലയത്തിൽ ശുശ്രൂഷിക്കാൻ അവസരം ലഭിക്കുക. And so when they get their chance by lot, when they get this week, this is our ministry week for example. അവർക്ക് നറുക്കിട്ടതിന് ശേഷം ഒരുപക്ഷേ ഈ ഒരാഴ്ച അവർക്ക് ലഭിച്ചെന്ന് വെച്ചോ ശുശ്രൂഷയ്ക്കായി. And once their number comes up, their names are drawn by lot. Who will do what? അവർക്ക് നറുക്ക് വീഴുവാനായിട്ട്
അറിയാനായിട്ടിടയാകും ആരാണ് അവരുടെ പേര് പറഞ്ഞിട്ട് ആരെന്ത് ചെയ്യും, എന്ത് ശുശ്രൂഷ ചെയ്യുമെന്ന് നറുക്കൻ പ്രകാരമാണ് തീരുമാനിക്കുന്നത്. And so by routine, this is the week of Zechariah's team to go into the temple of the Lord and work. ഈ പ്രത്യേക ആഴ്ച സെക്രിയാവിന്റെ ടീമിനാണ് ദേവാലയത്തിൽ കടന്നുപോയി ശുശ്രൂഷ ചെയ്യുവാൻ നറുക്ക് വീണത്. And when the lot is picked up, ആ നറുക്കെടുത്തപ്പോൾ it is Zechariah's name who has to go inside the Holy of Holies and burn the incense and take care of the wicks and the lamps there. ഈ ഒരാഴ്ച പ്രത്യേകിച്ച് സെക്രിയാവിന്റെ പേരാണ് നറുക്കിൽ വീണത്. ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെന്ന് അവിടെ ധൂപവർഗത്തെ അർപ്പിക്കുവാൻ ലഭിച്ച അപൂർവമായ I'm അവസരം. trying to highlight the fact that this is a lifetime opportunity for a priest to go inside and actually light the lamp and clean the lamp, and it is dangerous business, by the way, you know that. വാസ്തവത്തിൽ ഒരു പുരോഹിതനെ സംബന്ധിച്ച് ജീവിതകാലത്ത് ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അപൂർവമായ ഒരു അവസരമാണ് ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെന്ന് ആ വിളക്കൊക്കെ ഒന്ന് തെളിയിക്കുവാനും അതൊക്കെ കൈകാര്യം ചെയ്യാനും ലഭിക്കുന്ന ഒരു അവസരം. ശ്രദ്ധിക്കണമേ, വളരെ ഭയത്തോടെയായിരുന്നു പുരോഹിതന്മാർ കയറുന്നത്. And usually when their name is for that ministry, they are usually like, not me, Lord, send somebody else. ആ സമയങ്ങളിൽ പുരോഹിതന്മാർക്ക് അവരുടെ പേര് കുറിയായിട്ട് ലഭിക്കുമ്പോൾ പലരും പറയാറുണ്ട്, അയ്യോ ദൈവമേ, എന്നെ അല്ല മറ്റാരെങ്കിലും ഈ ഒരു ദൗത്യം ഏൽപ്പിക്കണം. Others will get the curtain cleaning ministry. ചിലർക്ക് ആ കേർട്ടനൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ശുശ്രൂഷയായിരിക്കും. Others will get the vessel cleaning ministry. വേറെ ചിലർക്ക് പാത്രങ്ങളൊക്കെ വെടിപ്പാക്കുന്ന ശുശ്രൂഷയായിരിക്കും. Others will get other ministries of chopping the sacrifices that are coming. മറ്റു ചിലർക്ക് ആ യാഗങ്ങളെയൊക്കെ മൃഗങ്ങളെയൊക്കെ അതിനെ മുറിക്കുന്ന വേലയായിരിക്കാം. But just one man gets to go inside the holy and take care of the lamp and everything else. എന്നാൽ ഈ വിളക്കുകളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആ പ്രധാന ശുശ്രൂഷ ആ വിശുദ്ധ സ്ഥലത്തേക്ക് കയറുവാൻ ഒരുവന് മാത്രമേ അവസരം ലഭിക്കൂ. With fear and trepidation, with fear and even anxiety, probably Elizabeth has prayed for her husband. Lord, as my husband goes today, take care of him. This is one time in a lifetime that we get to do this. വളരെ ഭയത്തോടെയാണ് ആ സക്രിയ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുന്നത്. ഒരുപക്ഷെ എലിസബത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, കർത്താവേ, എൻ്റെ ഭർത്താവ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റൊരു അവസരമേ കിട്ടത്തുള്ളൂ, ഈ ശുശ്രൂഷയ്ക്കായി അങ്ങ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. Among thousands you have chosen Zechariah to do this ministry today. ആയിരക്കണക്കിനുള്ള പുരോഹിത വർഗത്തിൽ നിന്ന് എൻ്റെ ഭർത്താവായ സക്രിയാവിനെ ഈ ഒരു ശുശ്രൂഷയ്ക്കായി അങ്ങ് വേർതിരിച്ചല്ലോ കർത്താവേ. And he goes there and does the ministry. എന്നിട്ട് അദ്ദേഹം കടന്നുപോയി ആ ശുശ്രൂഷ ചെയ്യുവാനിടയായി. But he's taking you longer than usual inside the Holy of Holies in the curtain, longer than usual. എന്നാൽ സാധാരണയിലും അധികം സമയം ഈ പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് സമയം എടുക്കുന്നുണ്ട്. Everybody say longer than usual. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, സാധാരണയിലും കൂടുതൽ സമയം. ഒന്നുകൂടെ പറഞ്ഞാട്ടെ. ഒന്നുകൂടെ പറഞ്ഞേ, സാധാരണയിലും കൂടുതൽ സമയം. time. ഒരു പ്രാവശ്യം കൂടി, സാധാരണയിൽ കൂടുതൽ സമയം. And the people outside the curtain are anxious. ഈ സമയത്ത് ആ കർട്ടന്റെ മറുപുറത്ത് നിൽക്കുന്നവർക്ക് ഇപ്പോൾ ഭയമാണ്. The crowds cannot see him, but his own team outside the curtain are thinking, my goodness, what has happened to Zechariah? ജനത്തിന് സക്രിയാവിനെ കാണാൻ കഴിയുന്നില്ല. പുറത്ത് നിൽക്കുന്നവരെല്ലാം ചിന്തിക്കാൻ തുടങ്ങി, എന്ത് പറ്റി സക്രിയ പുരോഹിതന്? Because only after he comes out into the open among the holy place, then they can do other ministry and proceed outside of the courts. അദ്ദേഹം ഈ അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ അവർക്ക് മറ്റ് ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയൂ. പ്രാകാരത്തിലേക്ക് പോലും പോകുവാൻ അപ്പോൾ മാത്രമേ കഴിയുകയുള്ളൂ. They are waiting anxiously. അവരെല്ലാവരും ഭയചകിതരായി കാത്തിരിക്കുകയാണ്. They cannot go inside to see what has happened. അകത്തേക്ക് ചെന്ന് നോക്കി എത്തി നോക്കാൻ ആർക്കും കഴിയില്ല. Because this is that holy of holies, a place that was mentioned in Moses. കാരണം മോശ പറഞ്ഞ ആ അതേ അതിവിശുദ്ധ സ്ഥലമാണ് ഈ സ്ഥലം. They are waiting. അവരെല്ലാം കാത്തിരിക്കുകയാണ്. They don't know what to do. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. Zechariah is taking longer than usual. സാധാരണയിലും കൂടുതൽ സമയം സക്രിയ പുരോഹിതൻ എടുക്കുകയാണ്. And then suddenly Zechariah comes back. എന്നാൽ പെട്ടെന്ന് സക്രിയാവ് മടങ്ങി വരികയാണ്. Everybody takes hallelujah സ്തോത്രം. എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം പറയാനിടയായി. He has come back alive. കാരണം അദ്ദേഹം ജീവനോടെ മടങ്ങി വന്നല്ലോ. We don't have to pull him with the chain now. അദ്ദേഹത്തെ ആ ചങ്ങലയിൽ പിടിച്ച് വലിച്ച് ആ ശവശരീരം പുറത്തെടുക്കേണ്ടി വന്നില്ലല്ലോ. He comes out. അദ്ദേഹം പുറത്തു വന്നു. Wants to say something. താൻ എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. But he cannot speak. പക്ഷെ തനിക്ക് ഇപ്പോൾ വാക്കുകളില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. He does some action. Suddenly people think something has happened to him. Let us take him home. അദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങി, എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആളുകൾക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ നമുക്ക് വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകാം. And they drive him home and send him there. അദ്ദേഹത്തെ അവർ വീട്ടിലേക്ക് അയക്കുവാനായിട്ട് ഇടയായി. Let me take out the gist of what God wants to speak to us ദൈവം tonight. നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് വിവരിക്കട്ടെ. Ready? തയ്യാറാണോ? Sleepy? ഉറക്കം വരുന്നുണ്ടോ? Tired? ക്ഷീണിച്ചിരിക്കുകയാണോ? Number 1, 4 things, very simple things. 4 കാര്യങ്ങൾ, വളരെ ലളിതമായ 4 കാര്യങ്ങൾ. You can be righteous, you can be holy, you can be appointed, but still you can be barren.
നിങ്ങൾക്കൊരുപക്ഷെ നിങ്ങൾ നിയോഗിക്കപ്പെട്ട ആളായിരിക്കാം, നീതിമാനായിരിക്കാം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. എങ്കിലും നിങ്ങൾ ആ മച്ചിയായ അവസ്ഥയിൽ, ശൂന്യമായ അവസ്ഥയിൽ കൂടി കടന്നു In പോകാം. other words, you can be doing the right thing for a long time, but still your prayers are not answered. ഒരുപക്ഷെ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായ കാര്യങ്ങൾ നീണ്ട കാലങ്ങൾ ചെയ്യാൻ കഴിയും, അപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഫലമില്ലാത്തൊരു അനുഭവം. Why this has happened? എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? Why did God not heal Pastor Reggie? എന്തുകൊണ്ടാണ് പാസ്റ്റർ റജിയെ ദൈവം സൗഖ്യമാക്കാഞ്ഞത്? Why we prayed so much? ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചല്ലോ. I have prayed like never before. ഞാൻ ഇന്ന് വരെ പ്രാർത്ഥിക്കാത്ത അളവിൽ I പ്രാർത്ഥിച്ചതാണ്. really believed he would be ഞാൻ healed. വാസ്തവമായി വിശ്വസിച്ചതാണ് ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കുമെന്ന്. I honor you and I respect you. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, ഞാൻ നിങ്ങളെ തീർച്ചയായും അനുമോദിക്കുന്നു. But I don't have the answer. Why did not God heal him? എന്നാൽ എന്തുകൊണ്ട് ദൈവം സൗഖ്യമാക്കിയില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എൻ്റെ പക്കലില്ല. Because righteous people still do suffer. കാരണം നീതിമാന്മാർ ഇപ്പോഴും അവർ പീഡനത്തിലും കഷ്ടതയിൽ കൂടി കടന്നു പോകാറുണ്ട്. This gospel is not a gospel only of liberation. This gospel is also the gospel of enduring and suffering for greater glory. ഈ സുവിശേഷം വിടുതലിന്റെ മാത്രം അനുഭവം പറയുന്ന സുവിശേഷമല്ല, പകരം കഷ്ടതയെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും വലിയ മഹത്വം പ്രാപിക്കുന്നതിനെക്കുറിച്ചും പറയുന്ന സുവിശേഷം The കൂടിയാണ്. more I want to go to Jesus, the more problems I get. ഞാൻ എത്രത്തോളം യേശുവിന്റെ അടുക്കലേക്ക് അടുക്കുവാൻ ശ്രമിക്കുന്നു, അത്രത്തോളം പ്രശ്നം എന്റെ The ജീവിതത്തിൽ more I കടന്നു want to read വരികയാണ്. the Bible, the more challenges I have. ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കുന്നതോറും എന്റെ ജീവിതത്തിൽ കൂടുതൽ The വെല്ലുവിളികളാണല്ലോ. more I want to keep quiet, the more I am forced to speak out. ഞാൻ എത്രത്തോളം മിണ്ടാതിരിക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം ഞാൻ സംസാരിക്കുവാൻ പ്രേരിതനാണ്. Zechariah, you are a godly man. സക്കറിയാവേ, അങ്ങ് നല്ല ഭക്തനായ മനുഷ്യനാണല്ലോ. You are blameless. അങ്ങ് കുറ്റമില്ലാത്തവനാണ്. You have nothing against you. അങ്ങക്കെതിരെ പറയാൻ ഒന്നും കാണുന്നില്ലല്ലോ ജീവിതത്തിൽ. But I wonder, why are you childless? എന്നാൽ ഞാൻ ചിന്തിക്കുക, സക്കറിയാവേ, എന്തുകൊണ്ടാണ് അങ്ങയ്ക്ക് മക്കളില്ലാത്തത്? He didn't sin. അദ്ദേഹം പാപമൊന്നും ചെയ്തില്ല. അല്ല, usual conclusions of people are some hidden sin. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്ന എന്തോ മറഞ്ഞിരിക്കുന്ന പാപമുണ്ട്, Some problem. എന്തോ കുഴപ്പമുണ്ട്, Some weakness. എന്തോ ബലഹീനത കാണും. Otherwise God will not do this. അല്ലെങ്കിൽ ദൈവം ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. You study the Bible from cover to cover. നിങ്ങൾ ബൈബിൾ നിങ്ങൾ രണ്ട് വശവും പഠിച്ചു നോക്കിയാൽ You will not be excited to hear this. നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ നിങ്ങൾ സന്തോഷം തോന്നില്ല. The godly must undergo suffering. ദൈവ വഴിയിൽ നടക്കുന്ന ദൈവമക്കൾ കഷ്ടതയിൽ കൂടി പോയേ തീരൂ. ആമേൻ വരത്തില്ല, എനിക്കറിയാം, എനിക്ക് വേണ്ട, പക്ഷേ this is the truth. ഇത് വാസ്തവമാണ്. ആമേൻ പറയാൻ പ്രയാസമാണ്, പക്ഷേ വാസ്തവമാണ്. And my suffering and your suffering could be different. എന്റെ കഷ്ടതയും നിങ്ങളുടെ കഷ്ടതയും അത് തികച്ചും വ്യത്യസ്തമായിരിക്കും. Cannot be compared. അതൊരിക്കലും നമുക്ക് തുലനം ചെയ്യാൻ കഴിയില്ല. And when you endure suffering, നമ്മൾ ആ കഷ്ടതയെ സഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ you will feel there is no end to this. നമുക്ക് തോന്നാനിടയാകും, അയ്യോ ഇതൊന്നും അവസാനിക്കുന്നില്ലല്ലോ, ഇതിനൊരു അവസാനമില്ലല്ലോ. Where is God? You can feel. ഓ ദൈവമേ, അങ്ങ് എവിടെയാണ് എന്ന് പോലും തോന്നിപ്പോകും. Why is this happening to me? എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നത്? Why did it happen to us? എന്തുകൊണ്ട് നമുക്കിത് ഇങ്ങനെ സംഭവിച്ചത്? You have full right to ask every question. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. You have full right to ask all these questions. ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും ദൈവത്തോട് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. And God has full right not to answer them. അതിന് മറുപടി തരാതിരിക്കാൻ ദൈവത്തിനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ല, മുമ്പോട്ട് തന്നെ പോകാം. You have full right to ask. നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. You look at the Psalms, they are full of why God. നിങ്ങൾ സങ്കീർത്തനം തുടർമാനമായി വായിച്ചു നോക്കി, അവിടെ എല്ലാം കാണാൻ കഴിയും. എന്തുകൊണ്ട് കർത്താവേ, എന്തുകൊണ്ട്? God is not bound to come down and say, excuse me, Mone, yeah, this is your answer, please. ദൈവം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്ന്, മോനെ നീ ചോദ്യത്തിന് മറുപടി ഇതാണെന്ന് പറയാൻ ദൈവത്തിന് ഒരു ബാധ്യതയും ഇല്ല. And if you are like Job, you have special access into the throne room. When you ask 20 questions, God will give you 40 questions and go, please. നിങ്ങൾ യോബിനെ പോലെ നിങ്ങൾക്ക് ആ സിംഹാസനത്തിലേക്ക് അടുത്ത് ചെല്ലാൻ കഴിയും, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 20 ചോദ്യം ചോദിക്കാം, ദൈവം മറുപടിയായി 40 ചോദ്യം തിരിച്ചു ചോദിക്കും. We don't like this. നമുക്കത് ഇഷ്ടപ്പെടില്ല. I want to know. എനിക്ക് അറിഞ്ഞേ പറ്റൂ. I want to know. എനിക്ക് അറിയണം. I want to know. എനിക്ക് അറിയണം. This is our human tendency. ഇത് നമ്മുടെ മാനുഷികമാകുന്ന ഒരു സ്വഭാവമാണ്. But in God's economy,
answering questions is not his way of dealing with his people. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന രീതി അല്ല ദൈവത്തിന്റെ രീതി. Only because he wants you to trust him for the completion. കാരണം അത് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് വരെ ദൈവത്തിൽ തന്നെ നിങ്ങൾ ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. God is not interested in stopping the book halfway. ആ പുസ്തകത്തിന്റെ ഇടയ്ക്ക് വെച്ച് നിർത്തുന്ന ഒരു പരിപാടി ദൈവത്തിന് ഇഷ്ടമല്ല. God will complete his assignment in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ദൗത്യം ദൈവം തീർച്ചയായും പൂർത്തീകരിക്കും. Unless you shortcut and unless you quit. നിങ്ങൾ നിർത്തിയിട്ട് പോകുന്നത് വരെ ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കും. Even if you quit, God will come and chase you and complete his assignment in your നിങ്ങൾ life. ഇനി ആ ദൗത്യത്തെ വിട്ടിട്ട് ഓടിപ്പോവുകയാണെങ്കിൽ പോലും ദൈവം നിങ്ങളുടെ പിന്നാലെ ഓടി വന്ന് തന്റെ ദൗത്യം പൂർത്തീകരിച്ചിരിക്കും. Ask Joseph. നിങ്ങൾ യോസഫിനോടും ചോദിച്ചേ. The man who dreamed, the young fellow who dreamed. ആ ചെറുപ്പക്കാരൻ സ്വപ്നം A കാണുന്നവനായിരുന്നു. godly dreams. ദൈവികമാകുന്ന സ്വപ്നങ്ങൾ. Let us say he's speaking in tongues and very anointed. അദ്ദേഹം വളരെ അഭിഷേകം പ്രാപിച്ചവനാണ്, അന്യഭാഷയൊക്കെ സംസാരിക്കുന്നവനാണ്. കണ്ണടച്ച ദർശനം. കണ്ണടച്ച ദർശനം മാത്രമേ കാണൂ. But his promotion is straight to the pit. എന്നാൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിച്ചതോ കുഴിയിലേക്ക്. You must be thinking in the pit. അദ്ദേഹം കുഴിയിൽ കിടന്ന് ചിന്തിക്കുന്നുണ്ടാകും. ദർശനം നമുക്ക് പാരയായി പോയി. ദർശനം പാരയായി. He could be thinking like that. അങ്ങനെ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം. God lifts him, puts him in the palace. ദൈവം അദ്ദേഹത്തെ ആ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. And he said, I will please only my God. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ദൈവത്തെ മാത്രമേ പ്രസാദിപ്പിക്കൂ. Holiness to the extent possible. വിശുദ്ധി അതിന്റെ അങ്ങേയറ്റം, എനിക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ ചെയ്യും. And that lands him in prison. അത് തന്നെ കാരാഗ്രഹത്തിലാണ് എത്തിച്ചത്. Again righteousness in the prison. ആ കാരാഗ്രഹത്തിൽ പോലും നീതിയോടെയുള്ള ജീവിതം. Not 1 year, not 2 years, several years inside the prison. ഒന്നോ രണ്ടോ വർഷങ്ങളല്ല, നീണ്ട വർഷങ്ങൾ ആ കാരാഗ്രഹത്തിൽ കിടന്നു. Still no answer. അപ്പോഴും ഉത്തരവൊന്നുമില്ല. That is why he can say in Genesis 50:20. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, You meant it for evil. നിങ്ങൾ എനിക്ക് ദോഷമായി നിരൂപിച്ചത്, But God meant it for my good. ദൈവം നമുക്ക് നന്മയായി അതിനെ സംഭവിപ്പിച്ചു. സ്ക്രീനിൽ കാണിക്കാം, നമുക്ക് വായിക്കാം. Let us read that together. Okay, Genesis 50:20. ഉൽപ്പത്തി പുസ്തകം 50 അതിന്റെ 20-ാമത്തെ വാക്യം കിട്ടിയോ? Yeah. Ready? മലയാളത്തിൽ വായിച്ചു. 1, 2 and 3. Come on. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. One more time. Read it together. Yes. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. One more time. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. You meant it for evil. നിങ്ങൾ ദോഷമായിട്ട് നിരൂപിച്ചതാണ്. This you could be the devil, the world, the people, the church, whatever you can name it. You meant it for evil, but God turned it not only for my good, but for the good of so many more people. നിങ്ങളെന്ന് പറയുമ്പോൾ അത് പക്ഷേ മറ്റുള്ള വ്യക്തികളായിരിക്കാം, സമൂഹമായിരിക്കാം, ആരുമായിരിക്കാം, പിശാചാകാം. എന്നാൽ നിങ്ങൾ ദോഷത്തിന് നിരൂപിച്ചത് ദൈവം നമുക്ക് നന്മയാക്കി മാറ്റി. If God had come down and answered Joseph's prayer and rescued him from the prison and the palace, his family would have died in the famine. ദൈവം ഇറങ്ങി വന്ന് തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ആ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷെ തന്റെ കുടുംബം ആ രാജ്യത്ത് തന്നെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കുമായിരുന്നു. Are you understanding? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? I'm not talking about Joseph, I'm talking about you. ഞാൻ യോസഫിനെ കുറിച്ചല്ല ഇപ്പോൾ സംസാരിക്കുന്നത്, നിങ്ങളെ കുറിച്ചാണ്. And you are asking why? നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ട് കർത്താവേ, എന്തുകൊണ്ട്? Why? എന്തുകൊണ്ട്? Cut it short, Lord. കർത്താവേ, അതിനെ ഒന്ന് തടയണമേ. Come down, Lord. അങ്ങൊന്ന് ഇറങ്ങി വരണമേ. You might be denying your own future. നിങ്ങളുടെ ഭാവിയെ തന്നെ നിങ്ങൾ ഒരുപക്ഷെ തടയുകയായിരിക്കും. But when you are praying and seeking and saying, let your will be done, you will be the reason for the deliverance of thousands of people at the day. നിങ്ങൾ താഴ്മയോടെ കർത്താവേ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അനേകർക്കൊരു വിടുതലായി നിങ്ങളെ മാറ്റുവാൻ ദൈവം മതിയായവനാ. In Acts chapter 16, Paul is praying with his team. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പൗലോസ് തന്റെ സഹോദരങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുകയാണ്. They are ready to launch out into mission work. അവർ ആ സുവിശേഷ വേലയിലേക്ക് മുൻപോട്ട് പോകാൻ സന്നദ്ധരായിരിക്കുകയാണ്. The church has called them on Sunday and they are sending them for mission work. സഭ അവരെ പ്രാർത്ഥിച്ച് ഞായറാഴ്ച പ്രാർത്ഥിച്ച് അവരെ അയക്കുകയാണ് ദൗത്യത്തിന് വേണ്ടി. Suddenly they get the signal. പെട്ടെന്ന് അവർക്ക് ഒരു വാർത്ത ലഭിക്കുകയാണ്. Spirit saying, don't go. ആത്മാവ് പറയുകയാണ്, പോകണ്ട, അങ്ങോട്ട് പോകണ്ട. Kartave, offering has been taken. Bags are packed. Everything is ready. What tickets are taken? What are you saying? കർത്താവേ, ഓഫറിംഗ് ഒക്കെ ലഭിച്ചു, ബാഗ് എല്ലാം പാക്ക് ചെയ്തു, ടിക്കറ്റ് എല്ലാം കിട്ടി, എന്താ അങ്ങ് പറയുന്നത്? Don't go. പോകണ്ട. Paul looks down and says, okay, let's take
Plan B, let us go to Mysia. Let us go to another place. പൗലോസ് പറയുകയാണ്, ഒരു നിമിഷം ചിന്തിച്ചിട്ട് പറയുകയാണ്, നമുക്ക് മറ്റൊരിടത്തേക്ക് പോകാം. He makes a quick announcement. We have change of plans, and the Lord spoke to me while I was praying, and we are changing our directions. അദ്ദേഹം പറയാനായിട്ട് ഇടയെ തീർന്നു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്ക് ഒരു ദർശനം നൽകി, നമ്മുടെ പദ്ധതി മാറ്റുകയാണ്, മറ്റൊരിടത്തേക്ക് പോവുകയാണ്. The church is saying hallelujah. സഭ പറയാൻ തുടങ്ങി ഹല്ലേലൂയ. And they're praying again to go. അവർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് പോകാൻ. Holy Spirit says, don't go. അപ്പോഴും പരിശുദ്ധാത്മാവ് പറയുന്നു പോകണ്ട. Paul must be thinking like this. Is this the Holy Spirit or some other spirit? പൗലോസ് ചിന്തിച്ചു കാണും, ഒരുപക്ഷെ ഇത് പരിശുദ്ധാത്മാവാണോ അതോ മറ്റേതെങ്കിലും ആത്മാവാണോ? Is he a sending spirit or a stopping spirit? ഇത് അയക്കുന്ന ആത്മാവാണോ അതോ തടയുന്ന ആത്മാവാണോ? But Paul had experienced enough with this voice. He knew this was the Spirit of the Lord. എന്നാൽ പൗലോസിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു, കാരണം ഈ ശബ്ദം താൻ അനേക ആവർത്തി കേട്ട് പരിചയിച്ച ശബ്ദമാണ്, ഇത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. Twice they were stopped. രണ്ട് പ്രാവശ്യം അവർ തടയപ്പെട്ടു. Twice his team was stopped from രണ്ട് going. പ്രാവശ്യം തന്റെ സംഘത്തെ ദൈവം തടയാനിടയായി. Can you believe? Twice. നിങ്ങൾക്കറിയാമോ, രണ്ട് പ്രാവശ്യം The Holy Spirit stopped them from going into mission work. സുവിശേഷ ദൗത്യത്തിന് വേണ്ടി പോകുന്നതിന് പരിശുദ്ധാത്മാവ് അവരെ തടഞ്ഞു രണ്ട് പ്രാവശ്യം. Understanding Paul and his character and his personality, I don't think he was discouraged, but he said, I'm not going to sit idle. He goes to Troas and says, 3 days fasting prayer. പൗലോസിനെ കുറിച്ച്, അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും, അദ്ദേഹത്തിന് നിരാശ ഒന്നും തോന്നി കാണത്തില്ല, പക്ഷേ എന്നാൽ അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞു, ശരി എന്നാൽ നമുക്ക് ത്രോവാസിലേക്ക് പോകാം, 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാം. He is not taking his bags and going back to Antioch. താൻ തന്റെ ബാഗ് എടുത്ത് തിരിച്ച് അന്ത്യോക്യയിലോട്ട് മടങ്ങി പോവുകയല്ല, Goes to Troas. താൻ ത്രോവാസിലേക്ക് പോകാനിടയായി. Time in prayer. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം, പ്രാർത്ഥന, പ്രാർത്ഥിക്കുക. Okay, if you don't want us to go, what is the plan? അങ്ങേക്ക് ഞങ്ങൾ പോകണ്ടെന്നാണ് താല്പര്യമെങ്കിൽ കർത്താവേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? I want to go there to Bithynia and Mysia. I want to go there and minister. കർത്താവേ എനിക്ക് ബിഥിന്യയിലും മിസിയയിലും ഒക്കെ പോയി ശുശ്രൂഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. Some contacts are there. I will go and preach. കർത്താവേ എനിക്ക് അവിടെ കുറച്ച് കോണ്ടാക്ട് ഉണ്ട്, അവിടെ എങ്ങനെയെങ്കിലും പോയി ഞാൻ പ്രസംഗിക്കും. But if you are closing the door, കർത്താവേ അങ്ങ് വഴി തടയുകയാണെങ്കിൽ you better tell us what to അങ്ങ് do. ഞങ്ങളോട് പറഞ്ഞാട്ടെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. That night he saw the Macedonian call. ആ രാത്രിയിൽ ആ മക്കധോനിയിൽ നിന്ന ദർശനത്തിൽ ഒരുവൻ തന്നെ വിളിക്കുന്നത് താൻ കാണുവാനിടയായി. Somebody from across the sea saying, please come to us. ആ കടലിന് അക്കരെ നിന്ന് ആരോ ഒരാൾ തന്നോട് പറയുകയാണ്, വന്ന് ഞങ്ങളെ സഹായിപ്പീൻ. And that is the night Paul said, oh, Europe is opening for us. We will go and preach to the Europeans for the ആ first time. രാത്രിയിലാണ് പൗലോസ് തിരിച്ചറിഞ്ഞത്, യൂറോപ്പ് നമുക്ക് വേണ്ടി തുറക്കുകയാണ്, കടന്നുപോയി യൂറോപ്പിൽ സുവിശേഷം പങ്കുവയ്ക്കാം. When God is stopping you, he is not putting you down. He is giving you a fresh assignment in the days to ദൈവം come. നിങ്ങളെ തടയുമ്പോൾ മനസ്സിലാക്കുക, അവൻ നിങ്ങളെ നിരാശരാക്കുകയല്ല, പകരം പുതിയൊരു ദൗത്യം നിങ്ങളെ ഏൽപ്പിക്കാൻ തയ്യാറാവുകയാണ്. When God is plucking a senior leader from you, he is not wounding you. He is preparing you for greater glory in the days to ദൈവം come. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു സീനിയർ ലീഡറിനെ എടുത്തു മാറ്റുമ്പോൾ ഒരിക്കലും നിങ്ങളെ തടയുകയല്ല, പകരം നിങ്ങളെ മഹത്വകരമാകുന്ന മറ്റൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുകയാണ്. When God is not answering your prayers for healing, please understand, he wants you to grow up so that you can pray for greater glory and greater things in the days to come. നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം ലഭിക്കാത്തപ്പോൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം ഇതാണ്, നിങ്ങൾ വളർന്ന് പക്വത പ്രാപിച്ച് വലിയ മഹത്വത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനാണ്. When you pray and others are getting healed and you pray and you are getting sick, please understand there is greater glory in this which God wants to be manifesting in the days to come. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റു പലർക്കും സൗഖ്യം ലഭിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ പിന്നെയും ക്ഷീണിതരാകുകയാണ്, രോഗിയാവുകയാണ്. മനസ്സിലാക്കുക, മഹത്വകരമാകുന്ന ശ്രേഷ്ഠകരമാകുന്ന പദ്ധതി ദൈവത്തിനുണ്ടെന്ന് മനസ്സിലാക്കുക. So you can be right and still not have your prayers answered. നിങ്ങൾക്ക് നീതിയോടെ ശരിയാകുവണ്ണം ജീവിക്കാൻ കഴിയും, അപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കാം. Is it okay? കുഴപ്പമുണ്ടോ? Is this theology correct? ഈ തിയോളജി ദൈവശാസ്ത്രം ശരിയാണോ? Yes, പറഞ്ഞില്ലെങ്കിൽ yes പറയിപ്പിക്കും, because this is the truth. നിങ്ങൾ എന്ന് പറഞ്ഞില്ലെങ്കിലും പറയിപ്പിക്കും, കാരണം ഇത് വാസ്തവമാണ്. Because we have to deal with major things that are happening among us right now. കാരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന വലിയ കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുവാൻ ഒരുക്കപ്പെടണം. We cannot be disappointed if our prayers are not answered. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെന്ന് വെച്ച് നിരാശയിൽ തുടരാൻ കഴിയില്ല. We cannot blame others if our prayers are not answered. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ ആ കുറ്റം മറ്റാരുമേൽ വെച്ച് കെട്ടാൻ കഴിയില്ല. We have to be mature enough to understand God has greater purpose in all of this. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മൾ പക്വത പ്രാപിച്ചു വളരണം. Say louder, hallelujah. Hallelujah. ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. Hallelujah. Hallelujah. My father used to say this. എൻ്റെ പിതാവ് ഇങ്ങനെ പറയുമായിരുന്നു, God heals every sickness. ദൈവം എല്ലാ രോഗികളെയും സൗഖ്യമാക്കും. Heals every sickness എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കും, except the last one. അവസാനത്തെ ആളൊഴിച്ച്. Except the last sickness. ആ അവസാനത്തെ രോഗം ഒഴിച്ച്. മനസ്സിലായില്ല? Because he has to take his people home. He needs a reason. കാരണം ആ അവസാനത്തെ രോഗത്തിന് ദൈവം സൗഖ്യം തരാത്തത് ആ രോഗി മരിച്ചിട്ട് കർത്താവിന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം, അതിനു വേണ്ടിയാ. പാസ്റ്റർ ഒന്ന് സബ്ജക്ട് മാറ്റാം കുഴപ്പമില്ല കേട്ടോ. God
will do what he has decided to do for his people. തന്റെ ജനത്തിനു വേണ്ടി ദൈവം എന്ത് നിയമിച്ചിട്ടുണ്ടോ അത് തീർച്ചയായും ദൈവം ചെയ്തിരിക്കും. Say this with me. God will accomplish all his purposes for my life. എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സകല പദ്ധതികളും ദൈവം Say നിവർത്തീകരിക്കുമെന്ന് it once പറഞ്ഞാട്ടെ. again. Say it once again. ഒരിക്കൽ കൂടി പറഞ്ഞാട്ടെ. God will accomplish everything he has planned for my life. ദൈവം എനിക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന സകല പദ്ധതികളും ദൈവം നിവർത്തിക്കും. God will accomplish everything he has purposed for Exodus. എക്സോഡസിന് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്ന സകല പദ്ധതികളും ദൈവം നിവർത്തിക്കും. I may be here or not here, but God will accomplish his purposes. ഞാനിവിടെ ഉണ്ടായിക്കൊള്ളട്ടെ ഇല്ലാതിരിക്കട്ടെ, എന്നാൽ ദൈവം തന്റെ പദ്ധതികളെല്ലാം നിവർത്തിക്കും. God will accomplish his purposes. ദൈവം തന്റെ പദ്ധതികൾ മുഴുവനും നിവർത്തിക്കും. Hallelujah. Hallelujah. Say aloud, hallelujah. ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. And just to help you to understand, God does not have a plan B, he has only one plan. ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കട്ടെ. ദൈവത്തിന് രണ്ടാമതൊരു പദ്ധതിയില്ല, ദൈവത്തിന് ഒറ്റ പദ്ധതിയേ ഉള്ളൂ. He's not saying, "Yo, now what to do? Oh, wait, I have another file in my drawer, I'll take out." No. ദൈവം ഒരിക്കലും പേടിച്ചിട്ട് അയ്യോ തെറ്റ് പറ്റിയല്ലോ ഞാൻ മറ്റൊരു പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് എടുക്കട്ടെന്ന് ഒരിക്കലും In പറയാറില്ല. suffering, in pain, in agony, in loss, in confusion, God still has that one file and he will take care of us today and tomorrow. ആ കഷ്ടതയിലും പ്രയാസത്തിലും പ്രതിസന്ധികളിലും എല്ലാം ദൈവം നമ്മുടെ കാര്യങ്ങൾ നന്നായി നോക്കി നടത്തും. ദൈവം ഒരിക്കലും മറ്റൊരു പദ്ധതി എടുക്കുകയില്ല. ആ പദ്ധതി നിവർത്തിപ്പാൻ ദൈവം Clap മതിയായവനാണ്. your hands and thank the Lord this evening. നമ്മുടെ കരങ്ങളടിച്ച് ദൈവത്തിന് ഈ വൈകുന്നേരം ഒരു നന്ദി പറഞ്ഞു. Thank you for answering my prayer. Say this. Say, come on. പ്രാർത്ഥനകൾ കേട്ടതിനായിട്ട് നന്ദി കർത്താവേ. Thank you for not answering our prayers. എന്റെ പ്രാർത്ഥനകൾ കേൾക്കാതിരുന്നതിനായിട്ട് നന്ദി Because കർത്താവേ. you are God and I love you. കർത്താവേ അങ്ങ് ദൈവമായിരിക്കാൻ ഞാൻ അങ്ങയെ സേവിക്കുന്നു. I will follow you all the ഞാൻ days of അങ്ങയെ my life. എല്ലാ ദിവസവും അനുഗമിക്കും കർത്താവേ. Hallelujah. 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 One more time. Hallelujah. ഒരിക്കൽ കൂടി ഹല്ലേലൂയ. Number 2, the second lesson. This is powerful enough, but I will move further inside. രണ്ടാമത്തെ പാഠത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. Verse 11. അതിന്റെ 11ാമത്തെ വാക്യം. You can be serving God നിങ്ങൾക്ക് ദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കാൻ കഴിയും. but you have stopped expecting the unexpected. എന്നാൽ അപ്രതീക്ഷിതമായത് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. That means അതിനർത്ഥം you know how God will move. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്ന്. You know how to influence God. നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ സ്വാധീനിക്കണമെന്ന് നന്നായി നിങ്ങൾ You know how പഠിച്ചിട്ടുണ്ട്. to lead a church. നിങ്ങൾക്ക് സഭയെ നയിക്കേണ്ടത് എങ്ങനെയാണെന്ന് നന്നായിട്ട് You know how അറിയാം. to sing. നിങ്ങൾക്ക് പാടേണ്ടത് എങ്ങനെയാണെന്ന് How to അറിയാം. play. എങ്ങനെ പ്ലേ ചെയ്യണമെന്ന് How അറിയാം. to take care of people. എങ്ങനെ ജനത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണമെന്ന് അറിയാം. But somehow you have gotten used to the routine so much that you have stopped expecting the unexpected. എന്നാൽ എങ്ങനെയൊക്കെയോ നിങ്ങൾ ഈ രീതികളൊക്കെ ഒന്ന് ശീലിച്ച് പരിചയിച്ചത് കൊണ്ട് ദൈവത്തിൽ നിന്ന് അപ്രതീക്ഷിതമായത് അത്ഭുതകരമാകുന്നത് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നിർത്തിക്കഴിഞ്ഞു. Christian community is supposed to be a supernatural community. ക്രിസ്തീയ വിഭാഗം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമാകുന്ന അസംഭവമാകുന്ന അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കേണ്ടവരാണ്. We are that community among whom God walks, lives, breathes, and the world has to know that God is among them. ദൈവം ജീവിക്കുകയും ചരിക്കുകയും ചലിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. അത് മറ്റുള്ളവർ തിരിച്ചറിയുവാൻ But ഇടയാകണം. too many times we have not given that impression to the world. എന്നാൽ പലപ്പോഴും ഈ ഒരു സത്യം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. I will give you some examples and then you will understand ഞാൻ more. നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ തരാം. We have a budget നമുക്കൊരു ബജറ്റ് ഉണ്ട്. because we have the money. നമുക്ക് പണം ഉള്ളത് And കൊണ്ടാണ് based on ബജറ്റ്. the money and the budget we plan things that we have. ആ പണത്തിന് ആസ്പദമായും ബജറ്റിന് ആസ്പദമായും നാം ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. But there is no element of faith in that. എന്നാൽ അതിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല. Because the moment faith comes, people start questioning. കാരണം ആ വിശ്വാസം വരുന്ന സമയത്ത് തന്നെ ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഇത്ര വേണോ? അയ്യോ ഇത്രയൊക്കെ ചെയ്യണോ? Can we do it? ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? Where will this money come from? ഈ പണം എവിടുന്നാ വരുന്നത്? Who will do? ആര് ചെയ്യും? Where will it go? എങ്ങോട്ട് പോകും? I'll give you very another painful scripture from Romans 14. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ നിന്ന് മറ്റൊരു വേദനാജനകമാകുന്ന ഒരു വാക്യം ഞാൻ Verse 23, 14:23. 14:23. The last portion says like this: whatever is not of faith is sin. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ എന്ന വചനത്തിന്റെ അവസാനത്തെ ഭാഗം പറയും. That means anything you do for God, if it is not including faith, it is not only bad, it is sin. അതിനർത്ഥം നിങ്ങൾ ദൈവത്തിന് വേണ്ടി ആയിരിക്കും ചെയ്യുന്നത്. ആ ചെയ്യുന്നത് മുഴുവനും വിശ്വാസം കൂടാത്തതാണെങ്കിൽ അത് മോശം മാത്രമല്ല, അത് പാപവുമാണ്. Why I say this from this passage? ഞാൻ എന്തുകൊണ്ടാണ് ഈ വേദഭാഗം എടുത്തത്? In verse 11 he says he went inside the altar and when he saw the angel he was dumbstruck. He was like,
Oh, no, what has happened? ആ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, സക്കറിയാവ് അകത്തേക്ക് കയറി ചെന്നപ്പോൾ അതിവിശുദ്ധ സ്ഥലത്ത് ദൂതനെ കണ്ടപ്പോൾ താൻ ഭയപരവശനായി It എന്ന് says, in പറയുന്നത്. verse 12, it says he was afraid and lost his breath. I don't know what to do now. അവിടെ പെട്ടത് ഇങ്ങനെയാണ് പറയുന്നത്, താൻ ഭയപരവശനായി, തന്റെ ശ്വാസം പോലും നിലയ്ക്കുന്ന ഒരു രീതിയിൽ എന്താ അടുത്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. This is a very good picture of a church, a modern church today in India. ഇന്ന് ഭാരതത്തിലുള്ള ഒരു മോഡേൺ ചർച്ചിന്റെ ഒരു അവസ്ഥയാണിത്. Not America, അമേരിക്കയിലെ കാര്യമല്ല, not Canada, കാനഡയിലെയും അല്ല, not Australia, ഓസ്ട്രേലിയയിലെ കാര്യമല്ല, not UK, യുകെയിലെ കാര്യമല്ല, neither Ireland, അയർലൻഡിലെയും അല്ല, India. ഇന്ത്യയിലെ സഭ. We walk into our church buildings. നാം നമ്മുടെ സഭാ ഹാളിലേക്ക് കടന്നു ചെല്ലും. For us, it is a hall. നമ്മളെ സംബന്ധിച്ച് അത് വെറും ഒരു ഹാളാണ്. Some music is happening. അവിടെ കുറച്ച് സംഗീതമുണ്ട്. We will go to pray. നമ്മളവിടെ പോയി പ്രാർത്ഥിക്കും. And we are happy if our prayers are answered. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചാൽ നമുക്ക് വളരെ സന്തോഷം. If one of my favorite songs is playing, I'm go, wow, that's good. എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളെ പാടിയാൽ ഞാൻ വളരെ സന്തോഷിക്കും. My favorite preacher is preaching, I'm excited. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാസ്റ്ററാണ് പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അതിനേക്കാളും If my സന്തോഷം. favorite pastor is leading, I'm even excited. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാസ്റ്ററാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. But if not, അല്ലെങ്കിൽ it's okay. കുഴപ്പമില്ല, It's okay. കുഴപ്പമില്ല, But we can do better. നമുക്ക് ഇതിനൊക്കെ നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. This is our attitude when we go to church. ഇതാണ് പലപ്പോഴും സഭയിൽ പോകുമ്പോൾ നമ്മുടെ മനോഭാവം. I'm not talking about Exodus. ഞാൻ എക്സോഡസിനെ കുറിച്ചല്ല I'm പറയുന്നത്, talking about India. ഞാൻ ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നത്. And you may be in India, I think so. നിങ്ങൾ ഇന്ത്യയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. How was the worship today? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ആരാധന? Good. കുഴപ്പമില്ല, നല്ലതായിരുന്നു. Who are you to comment on the worship, by the way? നിങ്ങൾ ആരാണ് ആ ആരാധനയെ കുറിച്ച് വിലയിരുത്തുവാൻ? You were not being worshipped. Jesus was being worshipped. അല്ല, നിങ്ങളെ അല്ലല്ലോ ആരാധിച്ചത്, യേശുവിനെ അല്ല ആരാധിച്ചത്. Jesus has to comment on the worship, not you. ആരാധനയെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് യേശു അല്ലേ? How was the preaching? ആ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു? It's okay, but little long. കുഴപ്പമില്ല, ഇച്ചിരി നീണ്ടുപോയി. It became long because you did not respond. അത് നീണ്ടുപോകാൻ കാരണം നിങ്ങൾ പ്രതികരിക്കാഞ്ഞോണ്ടാ. If you had responded in the first 3 minutes, that would have been enough. ആദ്യത്തെ 3 മിനിറ്റിൽ നിങ്ങളൊന്ന് പ്രതികരിച്ചായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. This is not about you. This is about India. ഇത് നിങ്ങളെക്കുറിച്ചല്ല, ഇന്ത്യയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. There was a preacher who went to a village once. ഒരിക്കൽ ഗ്രാമത്തിലേക്ക് പോയ ഒരു പ്രസംഗികനുണ്ടായിരുന്നു. First time he was appointed as a new pastor in the church. അദ്ദേഹം ഒരു പുതിയ പാസ്റ്ററായിട്ട് അപ്പോയിന്റ് ചെയ്തതേ ഉള്ളൂ. First Sunday he preached. ആദ്യത്തെ ഞായറാഴ്ച താൻ പ്രസംഗിച്ചു. Powerful preaching. വളരെ ശക്തിമത്തായ പ്രസംഗം. Second Sunday. രണ്ടാമത്തെ ഞായറാഴ്ച Powerful preaching. വളരെ ശക്തിമത്തായ But it was the same message. പക്ഷെ അത് അതേ സന്ദേശമായിരുന്നു. Third Sunday. മൂന്നാമത്തെ ഞായറാഴ്ച Powerful preaching. വളരെ ശക്തിമത്തായ പ്രസംഗം. But it was the same message. അതേ പ്രസംഗം തന്നെ താൻ ആവർത്തിക്കുകയായിരുന്നു. As he was leaving, താൻ ഇറങ്ങുമ്പോൾ one Amachi got the courage to talk to the pastor. ഒരമ്മച്ചിക്ക് ധൈര്യം തോന്നി പാസ്റ്ററിനോട് ഒന്ന് സംസാരിക്കണം. എല്ലാവർക്കും ധൈര്യമൊന്നും കിട്ടത്തില്ല, എനിക്കറിയാം. പക്ഷെ one Amachi said, എന്തോ ആയാലും ഞാൻ സംസാരിക്കാൻ പോവാം. One അമ്മച്ചി came and asked the pastor. Pastor, wonderful message. പാസ്റ്ററെ വളരെ നല്ല പ്രസംഗമായിരുന്നു. I love when people come to me and say wonderful message. എന്റെ അടുക്കൽ വന്നിട്ട് ആരെങ്കിലും നല്ല മെസ്സേജ് ആയിരുന്നു പറയുമ്പോൾ വളരെ സന്തോഷമാണ്. You know why? എന്തുകൊണ്ടെന്ന് അറിയാമോ? Because I'm very sure they have not understood anything. കാരണം അവർക്ക് ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമായി. I've been little enough in this line to know that when we are as pastors or preachers are appreciated, it is usually for things we have never said on the pulpit. പലപ്പോഴും പാസ്റ്റർമാരെ ചിലരൊന്ന് അനുമോദിക്കുന്നത് ഞങ്ങൾ പ്രസംഗത്തിൽ പറയാത്ത കാര്യത്തെ കുറിച്ചായിരിക്കും. We are grateful that we are still given the opportunity. Well, we come back. The Amachi said, Pastor, it was very good. But I have one question. അമ്മച്ചി വന്നിട്ട് പാസ്റ്ററെ അനുമോദിച്ചു. പാസ്റ്ററെ വളരെ നല്ലതായിരുന്നു. ഒരു ചോദ്യം എനിക്കുണ്ട്. First Sunday was good. ആദ്യത്തെ ഞായറാഴ്ച നല്ലതായിരുന്നു. Second Sunday was little, but it was. രണ്ടാമത്തെ ഞായറാഴ്ച കുഴപ്പമില്ലായിരുന്നു, എന്നാലും കൊള്ളായിരുന്നു. Third Sunday, okay, but still good. മൂന്നാമത്തെ ആഴ്ച കുഴപ്പമില്ല, എന്നാലും നല്ലതാ. But my question is, Pastor, you don't have any other message? പക്ഷേ പാസ്റ്റർ, എന്റെ ചോദ്യം ഇതാണ്, അങ്ങേക്ക് വേറെ ഒരു പ്രസംഗം അറിയില്ലേ? Amachi, I have message. അതെ അമ്മച്ചി, എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. Then why are you not speaking? എന്നാൽ എന്താ അതൊന്നും പ്രസംഗിക്കാഞ്ഞത്? First you obey what I'm preaching, the first message, then I will go to the second message. പാസ്റ്റർ പറഞ്ഞു, ഞാൻ ആദ്യം പ്രസംഗിച്ച ആ പ്രസംഗം നിങ്ങളൊന്ന് അനുസരിക്ക്, അത് കഴിഞ്ഞ് ഞാൻ അടുത്ത പ്രസംഗം പ്രസംഗിക്കാം. മനസ്സിലായില്ല, ആയില്ല, ഇല്ല, ആകത്തില്ല. We come to the house of God expecting our needs to be met rather than expecting to be met by God. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കൊരു മറുപടി ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ദൈവസന്നിധിയിൽ വരുന്നത്. ആ ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. It's not wrong. അതിലൊരു തെറ്റുമില്ല, അതിൽ തെറ്റില്ല.
that you come to the house of God for your needs to be met. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒരു മറുപടി ലഭിക്കാൻ ദൈവസന്നിധിയിൽ വരുന്നതിൽ യാതൊരു തെറ്റുമില്ല. But in your spiritual journey, if you have not outgrown your needs, you are in a dangerous place. എന്നാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിങ്ങൾ വളർന്നിട്ടില്ലെങ്കിൽ അപകടകരമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. You have an EMI to pay, I understand that. നിങ്ങൾക്കൊരു EMI അടയ്ക്കാനുണ്ട്, എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. But the problem is, എന്നാൽ പ്രശ്നമെന്ന് പറയുന്നത് Mr. Adani also has an EMI to pay. അദാനിക്കും EMI അടയ്ക്കാനുണ്ടെന്ന് മനസ്സിലാക്കുക. That means everybody has an EMI to pay, and they are proportionately higher to the positions they are and the investments or the purchases they have done. എല്ലാവർക്കും EMI അടയ്ക്കാനുണ്ട്. അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും അവരുടെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ചും അവരുടെ ഉയർച്ച താഴ്ചകൾ If you don't overcome your needs, you will end up always asking God to do this and do this and do this. നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം കുടുങ്ങി കിടന്നാൽ നിങ്ങൾ എപ്പോഴും ദൈവത്തോട് കർത്താവേ ഇത് ചെയ്യണമേ അത് ചെയ്യണമേ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. A time has to come in your spiritual journey when you say, I have 100 needs. It's okay. I want to see God today. I want to be touched by Him, and I want to touch the hem of His garment today as I go into the house of the Lord. ഇങ്ങനൊരു ആത്മീയ തലം ഉണ്ടാകണം. ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്കൊരു 100,000 ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാൽ അതിനപ്പുറം കർത്താവേ എനിക്ക് അങ്ങേ ഒന്ന് തൊടണം കർത്താവേ, അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ എനിക്കൊന്ന് തൊടണം കർത്താവേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം നമ്മളിൽ നിന്ന് പുറത്തു വരണം. My needs may not be met, but I want to be the answer to somebody's prayer today. കർത്താവേ എന്റെ ആവശ്യങ്ങൾ ഒരുപക്ഷെ നടന്നിട്ടില്ലായിരിക്കും, എന്നാൽ മറ്റാരുടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയായി എന്നെ അങ്ങ് മാറ്റണം കർത്താവേ. Without faith, Hebrews 11:6, without faith it is impossible to please God. എബ്രായ ലേഖനം 11:6 ഇങ്ങനെ പറയുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. We pastors will be happy if you put a fat check in the offering. ഈ പാസ്റ്റേഴ്സായ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നും നിങ്ങൾ നല്ലൊരു ഓഫറിംഗ് നൽകുവാനിടയായി. And we will say God bless you marvelously. ഞങ്ങൾ തീർച്ചയായിട്ടും പറയും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. But if God has to be pleased, എന്നാൽ ദൈവത്തിന് പ്രസാദം തോന്നണമെങ്കിൽ there has to be an element of faith in your giving. നിങ്ങളുടെ ആ നൽകുന്ന ആ സ്തോത്ര വഴിപാടിൽ ഒരു വിശ്വാസത്തിന്റെ അളവുണ്ടായിരിക്കും. There has to be an element of faith in your worship leading. നിങ്ങളുടെ ആരാധനയിലും ആരാധന നയിക്കുന്നതിലും ഒരു വിശ്വാസത്തിന്റെ അളവുണ്ടായിരിക്കും. There has to be a fear, a godly fear when you are taking up your guitar, when you are getting on the stage and saying, God, I don't know, I'm dead without you, do something today. നിങ്ങൾ ആ ഗിറ്റാർ എടുത്തുകൊണ്ട് ആരാധന നയിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരു ദൈവിക ഭയം നിങ്ങളിൽ നിന്ന് ഉരുത്തിരിയണം. കർത്താവേ എനിക്കറിയില്ല, അങ്ങെന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ എന്ന് പറയുന്ന ഒരു മനോഭാവം നിങ്ങളിൽ നിന്ന് പുറപ്പെടണം. May we never get so used to the presence of God that we mishandle it. നമ്മുടെ ദൈവത്തിന്റെ ആ സാന്നിധ്യത്തെ വളരെ പരിചിതമായി അതിനെ ദുരുപയോഗം ചെയ്യുവാൻ ഒരിക്കലും ഇടയാകരുത്. For these young men, the ark of the covenant is going left and right, and they extend their hand just to support the ark. ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ആ നിയമപ്പെട്ടകം അതിങ്ങനെ തനിക്ക് വളരെ പരിചിതമാണ്. അത് താഴേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ ആ പരിചയം കാരണം തന്നെ കൈ നീട്ടി അതിനെ പിടിക്കുവാൻ തുടങ്ങി. They did not understand God can take care of himself. അവർക്കൊരു കാര്യം മനസ്സിലായില്ല, ദൈവത്തിന് തന്റെ സ്വന്തം കാര്യം നോക്കി നടത്താൻ അറിയാമെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. They were helping the ministry. അവർ ഒന്ന് സഹായിക്കുകയായിരുന്നു. They died, it says. അവർ ആ നിമിഷത്തിൽ തന്നെ മരിച്ചു വീണു. It was the sons of Eli. അത് ഏലിയുടെ മക്കളായിരുന്നു. When the fire was not burning, they burnt. Bible says they burnt a strange fire. ഏലി പുരോഹിതന്റെ മക്കൾ അവർ നോക്കിയപ്പോൾ അഗ്നി ഇറങ്ങി ദഹിപ്പിക്കുന്നില്ല, അവർ തന്നെ സ്വമേധയായി മറ്റൊരു അഗ്നി പകരുവാനിടയായി. Too many times we are offering this strange fire in our churches. പലപ്പോഴും നമ്മുടെ സഭകളിലും ഇങ്ങനെ നാമം ഇങ്ങനെ അഗ്നി പകരാൻ ശ്രമിക്കുകയാണ്. Too many times, very dangerously. Even beyond that, we are bringing artificial fires. പലപ്പോഴും നമ്മൾ തീയെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. I'm talking about myself. ഞാൻ എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. And that is when we lose focus. And we, how do I say it? The ministry becomes more important than God. അപ്പോഴാണ് പലപ്പോഴും ശുശ്രൂഷ ദൈവത്തെക്കാട്ടിലും അധികം പ്രാധാന്യമുള്ളതായി മാറുന്നത്. പറഞ്ഞാട്ടെ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് പറ. ഒന്ന് പറ, കർത്താവേ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറ. God loves us. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. As children. മക്കൾ എന്ന പോലെ സ്നേഹിക്കും. But he wants us to grow up as sons and daughters. എന്നാൽ മക്കളായി വളരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. How long will be children and scattering things here and there and doing things what we want, and God wants us to be sons of the house and take care of his business. എത്ര നാൾ കൊച്ചു കുഞ്ഞുങ്ങളായി നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ വാരി വലിച്ചിട്ടുകൊണ്ട് ജീവിക്കാനിടയാകും. പക്വതയുള്ള ആൺമക്കളും പെൺമക്കളുമായി വളരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. Lift up your hands and cry out, make us sons and daughters of God. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് പറയാമോ, കർത്താവേ ഞങ്ങളെ അങ്ങയുടെ
പക്വതയുള്ള മക്കളാക്കി മാറ്റണമേ. Say it till you mean it. Come on. നമ്മൾ അത് അർത്ഥമാക്കുന്നത് വരെ അത് വാസ്തവമായി ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാട്ടെ. കർത്താവേ, പക്വതയുള്ള മക്കളാക്കി ഞങ്ങളെ മാറ്റണമേ കർത്താവേ. Yes. Say it one more time. പക്വതയുള്ള മക്കളാക്കി ഞങ്ങളെ മാറ്റണം കർത്താവേ. Help us to handle your presence carefully, O God. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ ഇടയാക്കണേ Help us കർത്താവേ. to handle the pulpit so very carefully, O God. കർത്താവേ, പുൽപിറ്റിനെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. Help us to handle worship very carefully, O God. കർത്താവേ, ആരാധനയെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ. എല്ലാവരും, those who are filled with the Holy Spirit, speak in tongues right now. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട എല്ലാവരും ഇന്ന് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. Lift up your hands and just speak in tongues നമ്മുടെ right now. കരങ്ങൾ ഉയർത്തി ഒന്ന് അന്യഭാഷകൾ സംസാരിക്കാമോ? You can wave your hands while you're speaking, but don't clap, but just speak in tongues right now. നമ്മുടെ കരങ്ങൾ വീശി ഒന്ന് അന്യഭാഷയിൽ ഒന്ന് സംസാരിക്കാൻ കഴിയുമോ? Lord, forgive us for making what was holy, we made it very ordinary, O God. കർത്താവേ, വിശുദ്ധമായതിനെ സാധാരണയായി കൈകാര്യം ചെയ്തതിൽ ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കണമേ കർത്താവേ. We were not careful with the things that belong to you, O God. കർത്താവേ, അങ്ങേക്ക് അങ്ങയുടേതായ കാര്യങ്ങളെ ഞങ്ങൾ കർത്താവേ വില കുറച്ച് കണ്ടിട്ടുണ്ട് കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. Whether it was time or money or church or prayer or giving or receiving, we were not careful. Forgive us, Holy Spirit. കർത്താവേ, പലപ്പോഴും സമയം ഞങ്ങൾ അനാവശ്യമായിട്ട് കർത്താവേ ചെലവഴിച്ചു. ഞങ്ങൾ കൊടുക്കുന്നതും പ്രാർത്ഥനയും ഇതൊക്കെ ഞങ്ങൾ കർത്താവേ ലളിതമായി കണക്കാക്കി ഞങ്ങളോട് ക്ഷമിക്കണമേ. Our mixing, our media, our camera, we made it ordinary business, oh God. Forgive us, Lord. കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ മീഡിയയും സഭയ്ക്കകത്തുള്ള മിക്സിങ്ങും കർത്താവേ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ ലളിതമായി കൈകാര്യം ചെയ്തു. ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കണമേ. We were not sensitive to the Holy Spirit. കർത്താവേ, പരിശുദ്ധാത്മാവിനോട് ഞങ്ങൾ കർത്താവേ വ്യക്തമായി പ്രതികരിച്ചില്ല. ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കണമേ. When the Holy Spirit said to us no, we still did it because it was we felt the right thing to do. Forgive us, Apacha. കർത്താവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ഞങ്ങളത് ചെയ്ത് അങ്ങേ മുറിവേൽപ്പിച്ചു. ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കണമേ. പ്രാർത്ഥിച്ചാട്ടെ. Everybody speak in tongues right now. And I'm praying right now the Spirit will reveal to you your mistakes, your shortcomings, your weaknesses. And when the Spirit reveals it, you confess it, ask the Lord to forgive you and plead the blood of Jesus over that situation. ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണിച്ചു തരും. അത് കാണിച്ചു തരുമ്പോൾ കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിക്കുവേൻ. അതിനെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമ പ്രാപിക്കുവേൻ. Reveal our weakness, oh God. Reveal our sins, oh God. Reveal our excuses, oh God. And we want to forsake them, oh God. We will forsake our weaknesses, oh God. We will not make that a crutch in our lives, oh God. We will forsake it, oh God. The Lord wants me to define holiness for you, and then we'll pray again, I feel. വിശുദ്ധിയെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് വിവരിച്ചു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. What is holy? എന്താണ് വിശുദ്ധം? What is the definition of holy? എന്താണ് വിശുദ്ധി എന്നുള്ള വാക്കിന്റെ അർത്ഥം? It is not just without stain or wrinkle or pure. കളങ്കമോ ചുളുക്കമോ ഇല്ലാത്ത ഒന്നല്ല വിശുദ്ധി എന്ന് പറയുന്നത്. It means that. അതിനർത്ഥം അങ്ങനെയാണെങ്കിൽ പോലും But still there is another powerful meaning for holy. വിശുദ്ധം എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥവും കൂടിയുണ്ട്. It is called set apart. അതിനർത്ഥം വേർതിരിക്കപ്പെട്ട ഒന്ന്. In North India, if you go to some restaurants, നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ റെസ്റ്റോറൻറ്റ്സിലേക്ക് പോയാൽ, if you are pure vegetarian, നിങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ആയ വ്യക്തിയാണെങ്കിൽ, you will still go to the restaurant, നിങ്ങൾ ആ റെസ്റ്റോറന്റിൽ കടന്നു ചെല്ലുമ്പോൾ, and you will ask, which bartan are you cooking this vegetarian meal? നിങ്ങൾ ചോദിക്കാനിടയാകും, ഏത് പാത്രത്തിലാണ് ഈ വെജിറ്റേറിയൻ ആഹാരം നിങ്ങൾ പാകം ചെയ്യുന്നത്? And the cook will show
The vegetarian utensils are different and the non-vegetarian utensils are different. ആ കുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനിടയാകും. ആ വെജിറ്റേറിയൻ ആഹാരം പാകം ചെയ്യുന്ന പാത്രങ്ങൾ വ്യത്യസ്തമാണ്, നോൺ വെജിറ്റേറിയൻ പാകം ചെയ്യുന്നത് വ്യത്യസ്തമാണ്. He will not cook vegetarian food in non-vegetarian utensil. ഈ വെജിറ്റേറിയൻ ഫുഡ് ഒരിക്കലും താൻ നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുക്ക് ചെയ്യാറില്ല. Because he has set that utensil apart. കാരണം താൻ അതിനുവേണ്ടി വേർതിരിച്ച് ചില പാത്രങ്ങളെ വെച്ചിട്ടുണ്ട്. Not every hotel will do it, എല്ലാ ഹോട്ടലും ഇത് ചെയ്യാറില്ല. but good hotels still do it. എന്നാൽ നല്ല ഹോട്ടലുകൾ ഇത് തുടർമാനമായി ചെയ്തു. And when the customers come, they are willing to show this is our section. Even cleaning is totally separate. കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരത് കാണിച്ചു കൊടുക്കാൻ പോലും തയ്യാറാണ്. ഞങ്ങൾ ക്ലീൻ ചെയ്യുന്ന രീതികൾ പോലും അത് വ്യത്യസ്തമാണ്. Holy means set apart for the Lord. വിശുദ്ധം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിച്ചു വെക്കപ്പെട്ടത്. And then unholy means if you take what was set apart and use it for the world, it becomes unholy. അശുദ്ധമെന്ന് പറയുന്നതോ ദൈവത്തിന് വേണ്ടി വേർതിരിച്ചു വെക്കപ്പെട്ടതിനെ എടുത്തിട്ട് അശുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ്, ലോകത്തിന്റെ കാര്യങ്ങൾ. Your talents, for example. ഉദാഹരണത്തിന് നിങ്ങളുടെ കഴിവുകൾ, താലന്തുകൾ. God has given you a set of talents. ദൈവം നിങ്ങൾക്ക് ഒരു കൂട്ടം താലന്തുകൾ തന്നിട്ടുണ്ട്. But if through that God is not glorified, the church is not edified, and you're using it in the world, you are compromising, you are using what was holy. And the opposite of holy is not unholy. Listen to this. The opposite of holy is ordinary. അശുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിച്ചു വെച്ചിരുന്ന നിങ്ങളുടെ താലന്തുകളെ എടുത്ത് അത് ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ദൈവം അതിനെ അശുദ്ധമെന്ന് പറയുന്നു. അശുദ്ധമെന്ന് പറയുമ്പോൾ അത് സാധാരണയാണെന്ന് മനസ്സിലാക്കുക. Yes, exactly. The opposite of holy is not unholy. Say this in Malayalam. വാസ്തവത്തിൽ വിശുദ്ധം എന്ന് പറയുന്ന വാക്കിന്റെ വിപരീതം അശുദ്ധമെന്നല്ല, ശരിക്കും It is ordinary. സാധാരണം എന്നുള്ളതാണ്. Are you getting what I'm trying to say? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? When we come into the house of God, we offer unto him holy sacrifice, not unholy or ordinary sacrifice. നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ, ദൈവാലയത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധമാകുന്ന യാഗത്തെയാണ് സമർപ്പിക്കുന്നത്. നമ്മൾ സാധാരണയായ യാഗത്തെയല്ല, അശുദ്ധമായതിനെയല്ല. When we are offering our finances to the Lord, it is not ordinary giving, it is holy, set apart giving to the Lord. നമ്മുടെ സമ്പത്തിനെ നമ്മൾ നൽകുമ്പോൾ ഇത് സാധാരണയായി കൊടുക്കുന്ന ഒന്നല്ല, പകരം ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധമായ ഒന്നാണ്. In the Old Testament, there were utensils in the temple that were assigned. That was labeled holy unto the Lord. പഴയ നിയമത്തിൽ നാം കാണുന്നു, ദേവാലയത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട ചില പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിരുന്നു, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധമായത്. I don't know if it still happens, but when I was young and I was go with my mother on the scooter to buy utensils for the kitchen, for the Bible college or for the mission, they would have a machine, they would write the name on that machine. Have you seen that? They would write the name. ഇപ്പോഴും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ അന്നത്തെ കാലത്ത് ബൈബിൾ കോളേജിന് വേണ്ടി പാത്രങ്ങൾ വാങ്ങിക്കുവാൻ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ പോകുമ്പോൾ അവർ ആ പാത്രത്തിൽ എഴുതി വെക്കുമായിരുന്നു ബൈബിൾ കോളേജിന് വേണ്ടിയുള്ളതെന്ന്. What is written on your life? നിങ്ങളുടെ ജീവിതത്തിന് മേൽ എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത്? Anything and everything. എന്തും എഴുതാം, ഏതും എഴുതാം. Holy on Sunday, ordinary on Monday. ഞായറാഴ്ച വിശുദ്ധമാണ്, അല്ലാത്ത ദിവസങ്ങളിൽ സാധാരണമാണ്. Worship on Sunday, ഞായറാഴ്ച ആരാധനയുണ്ട്. film music on Saturday. ശനിയാഴ്ച ഫിലിം മ്യൂസിക് ആണ്. I'm not against the film industry. ഞാൻ ഫിലിം ഇൻഡസ്ട്രിക്ക് എതിരാണെന്ന് കരുതരുത്. But if you are holy, എന്നാൽ നിങ്ങൾ വിശുദ്ധമാണെങ്കിലോ, if you are preparing yourself for the Olympics, you cannot be eating Burger King every night. നിങ്ങൾ ഒളിമ്പിക്സിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാ രാത്രിയിലും ബർഗർ കിങ് നിങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല. I hope you are understanding. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് ഞാൻ I'm കരുതുന്നു. intentionally speaking slow so that we can give room to the Holy Spirit to examine our lives. ഞാനിത് വളരെ ലളിതമായി ശാന്തമായി പറയാൻ കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ നിങ്ങൾ അനുവദിക്കേണ്ടതിനാണ്. Do not lose the sense of wonder in the house of God. ആ ദൈവ ആലയത്തിൽ ആ മനോഹാരിത്വം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത്.
നഷ്ടമായി Even in പോകരുത്. your family prayer, even in your morning prayer, even in your morning walk, do not lose the wonder of the Creator and Him choosing you out of the millions. നിങ്ങളുടെ വ്യക്തിപരമാകുന്ന പ്രാർത്ഥനയിൽ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും ഒന്നും ഒരിക്കലും ദൈവത്തിന്റെ ആ മഹത്വത്തെ നിങ്ങൾക്ക് നഷ്ടമായി പോകരുത്. In Gujarat, in the tribal belts, they sing a song like this. In Hindi, it says, "Lakhon hazaron mein tune mujhe chun liya hai, apna bana liya hai. Oh, Ishu Raja, tune mujhe chun liya. Among millions, you have chosen me and called me and made me your own. I still cannot believe it. But oh, Jesus King, I worship you and I adore you for choosing." ഗുജറാത്തിലെ ഒരു ട്രൈബൽ വിഭാഗം അവർ ഇങ്ങനെ പാടാറുണ്ട്, കർത്താവേ, ലക്ഷക്കണക്കിനുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് അങ്ങനെ തിരഞ്ഞെടുത്തല്ലോ, അങ്ങനെ രക്ഷിച്ചല്ലോ, അത് ഓർത്ത് ഞാൻ അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു എന്നാണ് ആ പാട്ട്. Are you still excited about salvation the day you were saved? Is it the same level of excitement? നിങ്ങൾക്ക് ആ രക്ഷയെക്കുറിച്ച് സന്തോഷമുണ്ടോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട അതേ ദിവസത്തിൽ ഉണ്ടായിരുന്ന ആ സന്തോഷത്തിന്റെ അളവ് ഇന്നുമുണ്ടോ? I will tell you an opposite thing again. ഞാൻ നിങ്ങൾക്ക് വിപരീതമായ മറ്റൊരു കാര്യം കൂടി പറയാം. Sadly, the longer we are in the faith, the lesser we thank God for the original things. ദുഃഖകരമാകുന്ന ഒരു വാർത്ത ഇതാണ്, എത്രത്തോളം കാലം നമ്മൾ വിശ്വാസത്തിൽ തുടരുന്നു അത്രത്തോളം നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത് കുറയാറുണ്ട്. It should be the opposite. വാസ്തവത്തിൽ അത് തിരിച്ചാ The സംഭവിക്കുന്നത്. longer you walk with Jesus, the longer you should say, "Oh my goodness, I still cannot believe how He saved me, how He blessed me, how He brought me, how He made me His own." എത്രത്തോളം നാം ദൈവത്തോട് ചേർന്ന് നടക്കുന്നു അത്രത്തോളം നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ, അങ്ങനെ എത്രത്തോളം ശ്രേഷ്ഠമായിട്ട് നടത്തിയത്, അങ്ങനെ രക്ഷിച്ചല്ലോ അതിനായിട്ട് സ്തോത്രം, അങ്ങനെ വീണ്ടെടുത്തല്ലോ അതിനായിട്ട് സ്തോത്രം എന്ന് പറയാൻ നമ്മൾ എത്രത്തോളം കർത്താവിനോട് ചേർന്ന് നടക്കുന്നു നമുക്ക് കഴിയണം. കരങ്ങൾ ഉയർത്തി ഒന്ന് രക്ഷയ്ക്കായി നന്ദി പറഞ്ഞാട്ടെ ദൈവത്തോട്. നമ്മുടെ രക്ഷയോർ ദൈവത്തോട് കരങ്ങൾ ഉയർത്തി സ്തോത്രം നന്ദി പറഞ്ഞാട്ടെ. Come on, come on, open your mouth. Thank the Lord. Thank Jesus for the cross. Come on. കർത്താവ് തന്നെ കുരിശിനെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ, നന്ദി Thank Jesus പറഞ്ഞാട്ടെ. for the blood. അവന്റെ രക്തത്തിനായിട്ട് നന്ദി പറഞ്ഞാട്ടെ. For the crown of thorns on His head. അവന്റെ തലയിൽ വെക്കപ്പെട്ട മുൾക്കിരീടത്തിനായിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. For the way He carried the cross all the way. അവൻ നമുക്ക് വേണ്ടി ആ ക്രൂശ് മുഴുവനും ഏന്തിക്കൊണ്ട് നടന്നു ഓർത്ത് നന്ദി പറഞ്ഞാട്ടെ. There is no Lord's Supper, but we still can thank the Lord for the ഇപ്പോൾ sacrifice. കർത്തൃമേശ നടക്കുന്നില്ല, എന്നാൽ ഇപ്പോഴും കർത്താവിന്റെ യാഗത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാൻ കഴിയും. लाखों हजारों में तूने मुझे चुन लिया है. കർത്താവേ, ലക്ഷക്കണക്കിനുള്ള ആളുകളുടെ മധ്യത്തിൽ നിന്ന് അങ്ങനെ രക്ഷിച്ചല്ലോ. It was not my money, it was not my family, it was not my father, it was not my appachan, it was you who saved me out of darkness. Oh കർത്താവേ, ആ ഇരുട്ടിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എന്റെ അപ്പച്ചനോ എന്റെ വീട്ടുകാരോ ആരുമല്ലല്ലോ, അങ്ങാണല്ലോ ആ ഇരുട്ടിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. അതിനായി നന്ദി കർത്താവേ. ഒന്ന് കൈയടിച്ച് അന്യ ഭാഷ പറഞ്ഞൊന്ന് ആരാധിച്ചാട്ടെ. നമ്മുടെ കരങ്ങളടിച്ച് ദൈവത്തിന് അന്യഭാഷയിൽ കർത്താവിന് സ്തോത്രം നന്ദിയോടെ അന്യഭാഷ പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അന്യഭാഷ നന്ദിയോടെ അന്യഭാഷ പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ. Get excited about salvation. Get excited about the love of Jesus. Get excited about സന്തോഷത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് ഒന്ന് സന്തോഷിച്ചാട്ടെ. ആദ്യത്തെ ദിവസം ഒന്ന് ചിന്തിച്ചാട്ടെ, ആ സ്നാനപ്പെട്ട ദിവസം ഒന്ന് ചിന്തിച്ചാട്ടെ. Can you remember the day that you were saved, the day you were baptized? ഓ, അഭിഷേകം പ്രാപിച്ച ആ ദിവസം ഒന്ന് ഓർത്താട്ടെ. Can you remember the day that you were anointed by the Lord? You can be a righteous person and still you can have unanswered prayers. നിങ്ങളൊരു നീതിമാനായി ജീവിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുക. Number 2, you can be serving God but still doing it out of emotion rather than out of a sense of wonder and awe. രണ്ടാമതായി നിങ്ങൾക്ക് കർത്താവിനെ സേവിച്ചുകൊണ്ടേയിരിക്കാം, എന്നാൽ അതൊരു വികാരത്തിനും അപ്പുറം ഒരു കർത്താവിനെ കുറിച്ചുള്ള ഒരു മഹത്വം കണ്ട് ചെയ്യാനും ശുശ്രൂഷിക്കാനും കഴിയും. Please never get used to church and the things in the church. സഭയെക്കുറിച്ചും സഭയിലെ കാര്യാദികളെക്കുറിച്ചും നിങ്ങൾ അതിനെ സാധാരണമായി കണക്കാക്കരുത്. അതിനോട് ശീലിച്ചത് കൊണ്ട് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകരുത്. Always be like a child who's walking into a toy store every day and you're going, "My goodness, Lord, what are you going to do today? I'm amazed, I'm excited, I'm grateful, oh God." You should have that sense of wonder in your heart. എല്ലാ ദിവസവും ആശ്ചര്യത്തോടെ ഒരു കൊച്ചു കുഞ്ഞ് ഒരു കളിപ്പാട്ട കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ, അയ്യോ കർത്താവ് എന്താ സംഭവിക്കുന്നത് എന്ന് കാണുമ്പോൾ ആശ്ചര്യപ്പെടുന്നത് പോലെ ഒരു ആശ്ചര്യത്തിന്റെ മനോഭാവം നമ്മൾ ഉണ്ടാക്കണം. Number 3, മൂന്നാമതായി 4 പറഞ്ഞല്ലോ,
The third thing I will draw your attention. മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. Verse 18. അതിന്റെ 18ാമത്തെ വാക്യം. Zechariah has been given a promise by the angel that you will have a child. ദൂതൻ സക്രിയാവിനോട് ഇങ്ങനെ ഒരു വാഗ്ദത്തം നൽകി, നിനക്കൊരു മകനെ ദൈവം നൽകുവാനായിട്ടിടയാകും. But now Zechariah has a question to this angel. എന്നാൽ ഇപ്പോൾ ആ ദൂതനോട് ഒരു ചോദ്യം സക്രിയാവ് ചോദിക്കുകയാണ്. How can this be? ഇത് എങ്ങനെ സംഭവിക്കും? And how will I know? ഞാനിത് എങ്ങനെ അറിയും? Because I'm old. കാരണം ഞാൻ പ്രായം ചെന്നിരിക്കുന്നു. It is over for me. എനിക്ക് എല്ലാം തീർന്നു. My case is closed. എന്റെ കാര്യമെല്ലാം അടഞ്ഞിരിക്കുകയാണ്. I want to believe what you're saying. അങ്ങ് പറയുന്നത് വിശ്വസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. How will I know? പക്ഷെ എങ്ങനെ ഞാനിത് അറിയും? Number 3. മൂന്നാമതായി, we can be aware more of our impossibilities than the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അറിയുന്നതിലും അപ്പുറം നമ്മുടെ അസാധ്യതകളെ നമുക്ക് നന്നായിട്ട് ഒരുപക്ഷെ അറിയാമായിരിക്കും. It should be the other way around. വാസ്തവത്തിൽ അത് മറ്റേ രീതിയിലാണ് സംഭവിക്കുന്നത്. You should be aware of the promises of God and not your circumstances. നിങ്ങളുടെ സാഹചര്യങ്ങളെക്കാട്ടിൽ നിങ്ങൾ വാസ്തവത്തിൽ അറിയേണ്ടത് ദൈവത്തിന്റെ വാഗ്ദത്തത്തെയാണ്. You should not have a list of why this cannot happen. You should have a list of why this will happen. നിങ്ങളുടെ പക്കൽ വലിയൊരു ലിസ്റ്റ്, ഇത് സംഭവിക്കാതിരിക്കാനുള്ള സാധ്യതകളുടെ ലിസ്റ്റ് അല്ല ഉണ്ടാകേണ്ടത്. പകരം ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു പട്ടികയാണ് ഉണ്ടാകേണ്ടത്. You should be able to boldly say, if my God has said it, he will do it. നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയണം, എന്റെ ദൈവം ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായും ഇത് ചെയ്യുവാനിടയാകും. If my God has decided, no weapon formed against it shall prevail. എന്റെ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരായുധവും അതിനെതിരെ ഫലിക്കുകയില്ലെന്ന് വിശ്വാസത്തോടെ പറയാൻ കഴിയണം. It is not my business, it is not my idea. If it is heaven's idea, heaven will take care of it. ഇത് എന്റെ ഉദ്ദേശമല്ല, എന്റെ ദൗത്യമല്ല, ഇത് സ്വർഗ്ഗത്തിന്റെ പദ്ധതിയാണെങ്കിൽ സ്വർഗ്ഗം തീർച്ചയായും ഇത് ചെയ്തിരിക്കും. But too many times we are like Zechariah. എന്നാൽ പലപ്പോഴും നമ്മൾ സക്രിയാവിനെ പോലെയാ When പെരുമാറുന്നത്. God gives a mega promise, ദൈവം വലിയൊരു വാഗ്ദത്തമാണ് നൽകുന്നത്. being good Malayalis, we have a question. നല്ല മലയാളികളായി നമുക്ക് നല്ല ചോദ്യങ്ങളുമുണ്ട്. എങ്ങനെ നടക്കും? ഇതെങ്ങനെ നടക്കും? ഇതുവരെ നടന്നിട്ടുണ്ടോ? Has it happened before? ഐഡിയ കൊള്ളാം പാസ്റ്റർ, പക്ഷേ Pastor, it is a good idea, സംശയം. but it is doubtful. കഴിഞ്ഞ പ്രാവശ്യം നടന്നില്ല. Last time it didn't happen. These kind of voices are not outside the church, they are filling the churches today. ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ സഭയുടെ പുറത്തു നിന്നല്ല, പകരം സഭയെ അത് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. സംശയത്തിന്റെ ചോദ്യങ്ങൾ. This is the voice of the majority, whereas it should be the voice of the minority that should prevail over the voice of the majority. വാസ്തവത്തിൽ ഇത് ഭൂരിപക്ഷത്തിന്റെ ശബ്ദമല്ല, ഇത് ന്യൂനപക്ഷത്തിന്റെ ശബ്ദമായി തീരേണ്ടതാണ്. ഭൂരിപക്ഷം അതിനെ പിടിച്ചെടുക്കുവാനിടയാകണം. 10 will say we cannot conquer Canaan. 10 പേര് പറയാനിടയാകും, നമുക്കൊരിക്കലും കനാനെ പിടിച്ചെടുക്കാൻ We കഴിയില്ല, can never go inside. നമുക്ക് ഒരിക്കലും അകത്തോട്ട് പോകാൻ We don't have the കഴിയില്ല, means. നമുക്ക് അതിനുള്ള ഒരു We പദ്ധതിയും will not prevail. നമുക്കൊരിക്കലും ജയിക്കാൻ We കഴിയില്ല. are like grasshoppers before them. അവരുടെ മുമ്പിൽ നമ്മൾ വെട്ടുക്കിളികളെ പോലെ കാണപ്പെടുന്നു. But 2 will say. എന്നാൽ 2 പേര് പറയും. I love what they said, the testimony. 2 പേര് പറഞ്ഞ സാക്ഷ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. Sorry, the 10, their സാക്ഷ്യം also I liked. 10 പേരുടെ സാക്ഷ്യവും എനിക്ക് ഇഷ്ടപ്പെട്ടു. They said to the congregation, we were like grasshoppers in our, means they did not announce or print or send us WhatsApp. We felt we were like grasshoppers before them. 10 പേര് പറഞ്ഞത് ഇങ്ങനെയാണ്, മറ്റാരും അവരോട് പറഞ്ഞതല്ല. അവർ തനിയെ പറയുകയാണ്, അയ്യോ അവരുടെ മുൻപിൽ ഞങ്ങൾക്ക് വെട്ടിക്കിളികളെ പോലെ തോന്നി. If you think you are a vertical, you will become a vertical. നിങ്ങളൊരു വെട്ടിക്കിളിയാണെന്ന് തോന്നിയാൽ നിങ്ങൾ അങ്ങനെ തന്നെയാകും. If you are a krimi, you will definitely be a krimi. നിങ്ങളൊരു കൃമിയാണെന്ന് കരുതിയാൽ കൃമിയായി തന്നെ ജീവിക്കും. But the 2 others said. എന്നാൽ മറ്റു 2 പേർ ഇങ്ങനെ പറഞ്ഞു. Now that's true, what you're saying, that is true, brother. അതേ സഹോദരൻ, അങ്ങ് പറയുന്ന എല്ലാം ശരിയാണ്. But if God be for us, who can be against എന്നാൽ us? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആർ നമുക്ക് പ്രതികൂലമാകും? If God is sending us to Canaan, who can stop us? ദൈവമാണ് നമ്മളെ കനാനിലേക്ക് അയക്കുന്നതെങ്കിൽ ആർ നമ്മളെ തടയും? Madam director, you don't know, you don't have experience, you don't have the kilometers on your mileage, you know. നീ മിണ്ടായിരിക്കും, നിനക്കത് പരിചയമില്ല, നിനക്ക് പ്രായമൊന്നും ആയിട്ടില്ല, മിണ്ടാതിരിക്കും. Goliath is shouting for 40 days. ഗോലിയാത്ത് 40 ദിവസമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. Every day they are going into march past and then also going back by march past. എല്ലാ ദിവസവും മുമ്പോട്ട് വരും മാർച്ച് പാസ് ചെയ്ത്, അതുപോലെ എല്ലാ ദിവസവും പുറയിലോട്ട് മാർച്ച് പാസ് ചെയ്ത് പോകും. Until David comes and says, who are you to defy my God? ദാവീദ് വന്ന് ചോദിക്കുന്നത് വരെ, നീ ആരാണ് എന്റെ ദൈവത്തെ മോശമായി ചിത്രീകരിക്കാൻ? Suddenly everything is disturbed. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ മാറി മറിയാൻ തുടങ്ങി. When God moves, status quo will be disturbed. ദൈവം ചലിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ കാര്യാദികളും അത് ചലിക്കുവാനുള്ളതാകും. The church wants to put God in a box and in a status quo and wants to manage God,
but God will disturb everything and do His way and do His thing in us. സഭയ്ക്ക് പലപ്പോഴും ദൈവത്തിനെ ഒരു പെട്ടിക്കകത്ത് അടച്ചു വെക്കാനാണ് ആഗ്രഹം, ഒരു രൂപക്കൂട്ടിൽ അടച്ചു വെക്കാൻ. എന്നാൽ ദൈവം അതിനെയൊക്കെ അതിജീവിച്ച് പുറത്തു വരുവാനും തന്റെ ഇഷ്ടം സംഭവ്യമാക്കാനും ഇടയാകും. God wants to disturb you. ദൈവത്തിന് നിങ്ങളെ ഒന്ന് ശല്യപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. Are you happy? നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഇല്ല, എനിക്കറിയാം. God will disturb you. God will rock your boat, but He will do something more than you have asked, thought, or ദൈവം imagined. നിങ്ങളെ കുലുക്കുവാനിടയാകും. നിങ്ങളുടെ ബോട്ടിനെ കർത്താവ് ചലിപ്പിക്കും. നിങ്ങൾ ചോദിക്കുന്നതിനും അപ്പുറം ദൈവം ചെയ്യുവാനിടയാകും. Hallelujah. ഹല്ലേലൂയ. God will test you so that you will have a testimony. Somebody ദൈവം said. നിങ്ങളെ പരീക്ഷിക്കുവാനിടയാകും. നിങ്ങൾക്ക് ആ പരീക്ഷയിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു സാക്ഷ്യമുളവാകും. Not to destroy you, നിങ്ങളെ നശിപ്പിക്കുവാനല്ല, but to build you. പകരം നിങ്ങളെ പണിയുവാനാണ്. Shout aloud, hallelujah. ഉച്ചത്തിലൊരു ഹല്ലേലൂയ. Shout aloud, hallelujah. ഹല്ലേലൂയ. In 2 Kings chapter 6, 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ ഇങ്ങനെ you have പറയുന്നു. Elisha and his servant. No? അവിടെ എലീശയെ കാണാൻ കഴിയും, തന്റെ സേവകനെയും കാണാം. The servant is not named there. ആ സേവകന്റെ പേര് അവിടെ We can പരാമർശിച്ചിട്ടില്ല. imagine it could be Gehazi, let's say this. ഒരുപക്ഷെ അത് ഗേഹസി ആണെന്ന് നമുക്ക് അനുമാനിക്കാം. They're sleeping. അദ്ദേഹം ഉറങ്ങുകയാണ്. In the morning when Gehazi goes up to the rooftop, രാവിലെ ഗേഹസി ആ റൂഫ് ടോപ്പിലേക്ക് പോകുമ്പോൾ he sees the flags of the enemy. താൻ ശത്രുവിന്റെ ആ കൊടികളെ കാണുകയാണ്. And he suddenly realizes they are against us, they are come to capture us. പെട്ടെന്നാണ് തനിക്ക് മനസ്സിലായത്, ഇവർ നമ്മളെ പിടിച്ചടക്കാനാണല്ലോ വന്നല്ലേ, ഇവർ നമ്മുടെ എതിരാളികളാണല്ലോ. He runs down താൻ വേഗം താഴേക്ക് ഓടി വന്നു. and he says, Master, അദ്ദേഹം പറയുകയാണ്, യജമാനനെ, we are dead. നമ്മൾ മരിച്ചു, We are dead. നമ്മൾ മരിച്ചു. He says, what happened? എന്താ സംഭവിച്ചേ? തീർന്നു പാസ്റ്ററെ. പാസ്റ്ററെ, എല്ലാം തീർന്നു. What happened? എന്താ സംഭവിക്കുന്നത്? I don't know what happened. എനിക്ക് അറിഞ്ഞുകൂടെ എന്താ സംഭവിക്കുന്നത്. He says, the enemy has surrounded us. ആ ശത്രു നമ്മളെ വളഞ്ഞിരിക്കുകയാണ് പാസ്റ്റർ. Now there is no way to escape. നമുക്കിനി ഓടി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. And he's describing all that can happen. They will take us into bondage and they will kill us, and what will happen to our chakakappa manga and what the investment they are. He's already thinking about ahead. അദ്ദേഹം എല്ലാം ചിന്തിക്കുകയാണ്, അയ്യോ എല്ലാം നഷ്ടപ്പെട്ടു, അവർ നമ്മളെ പിടിച്ച് ബന്ദികളാക്കി കൊണ്ടുപോകും, നമ്മുടെ ചക്കയും കപ്പയും മാങ്ങ എല്ലാം പോകും, എന്തായി തീരും, നമ്മളെ പണം എല്ലാം പോകുമല്ലോ എന്നൊക്കെ അദ്ദേഹം നിരൂപിക്കുകയാണ്. Tension is normal. ടെൻഷൻ സാധാരണമാണ്. But some people take tension on rent also. എന്നാൽ ചിലര് ടെൻഷൻ തന്നെ റെന്റിന് എടുത്തിട്ടാണ് അവർ പറയുന്നത്. Taking tension for yourself is okay. നിങ്ങളുടെ സ്വന്തം ടെൻഷൻ എടുക്കുന്നത് കുഴപ്പമില്ല. But as you start taking tension for somebody else on the street, ആ it is wrong. തെരുവിലുള്ള മറ്റാരെയോ അവർക്കോ വേണ്ടി നിങ്ങൾ ടെൻഷൻ അടിക്കുക. Take tension for the right things. ശരിയായ കാര്യത്തിന് മാത്രം ടെൻഷൻ അടിച്ചാൽ മതി. Take tension for godly things. ദൈവികമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി. But still the Bible says, do not be anxious about anything. എന്നാൽ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്നു. So this servant is very anxious. ഈ സേവകൻ വളരെയധികം ഭാരപ്പെടുകയാ. And then the man of God prays like this. ഇപ്പോൾ പുരുഷൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാ, Lord, open his eyes. കർത്താവേ, അവന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. Both in the same house, രണ്ടുപേരും ഒരേ വീട്ടിലാണ് they താമസിക്കുന്നത്, have eaten the same food, ഒരേ ആഹാരം കഴിക്കുന്നു, same sleep. ഒരേപോലെ ഉറങ്ങുകയാ. One sees the enemy, ഒരാൾ കാണുന്ന ശത്രുവിനെ, one sees the provision of God. മറ്റൊരാള് ദൈവത്തിന്റെ പദ്ധതിയെ. One sees the armies of the enemy, ഒരാൾ ശത്രുവിന്റെ പാളയത്തെ കാണുന്ന, സൈന്യത്തെ കാണുന്നു. one sees chariots of fire surrounding us. മറ്റൊരാൾ കാണുന്നത് അഗ്നിമയ രഥങ്ങളെയാണ്. What are you seeing today? നിങ്ങൾ ഇന്ന് എന്താ നിങ്ങൾ കാണുന്നത്? What are you seeing today? നിങ്ങൾ എന്താ കാണുന്നത്? Because what you see, you will experience. നിങ്ങൾ എന്തിനെയാണോ കാണുന്നത് അത് തന്നെ അനുഭവിക്കുവാനിടയാകും. Zechariah is saying, how will I know? How will I know? സക്കറിയാവ് ചോദിക്കുക, ഞാൻ എങ്ങനെ ഇത് അറിയാനിടയാകും? I think the angel did not like it. എനിക്ക് തോന്നുന്നു ആ ദൂതന് ഒട്ടും ഇഷ്ടപ്പെട്ട് കാണില്ല. He respected, അദ്ദേഹത്തെ ബഹുമാനിച്ചു. but he said one thing. എന്നാൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, Okay, I will give you a sign. ഞാൻ നിങ്ങൾക്ക് ഒരു അടയാളം തരാം. You will be dumb until you hold your son in your hand. നിന്റെ മകനെ കൈകളിൽ പിടിക്കുന്നത് വരെ നീ മിണ്ടാതെയാകും. Several reasons you are dumb. പല കാരണങ്ങളുണ്ട്. Number one, you did not believe now. ഒന്നാമതായി നീ ഇപ്പോൾ അത് വിശ്വസിച്ചില്ല. Number two, with your silly tongue, you will undo the miracle that is about to happen tomorrow. രണ്ടാമതായി നാളെ സംഭവിക്കാനുള്ള അത്ഭുതത്തെ നിങ്ങളുടെ ഈ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ ഇല്ലാണ്ടാക്കും. So it is better that you be dumb and experience the miracle of God. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരുന്ന് ഈ അത്ഭുതം ഒന്ന് അനുഭവിക്കുന്നത് വരെ മിണ്ടാതിരിക്കുന്നത്. Too many times we destroy the work of God by our tongue and by what we speak and what we പലപ്പോഴും say. ദൈവത്തിന്റെ പദ്ധതികളെ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് നമ്മൾ ഇല്ലാണ്ടാക്കും. Our disbelief, നമ്മുടെ അവിശ്വാസം കാരണം, our experience, നമ്മുടെ അനുഭവങ്ങൾ കാരണം.
what others have gone through. മറ്റുള്ളവർ ഇതിൽ കൂടിയൊക്കെ പോയതാണ്. That's the third thing. We are too aware of the impossibilities, but little aware of what God can do in spite of the impossibilities. പലപ്പോഴും ആ അസാധ്യതകളെ കുറിച്ച് നമുക്ക് ഭയങ്കര അറിവാണ്, എന്നാൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഒട്ടും അറിവില്ല. One time we were facing a very serious challenge in the mission field. ഒരിക്കൽ ഞങ്ങൾക്ക് മിഷൻ ഫീൽഡിൽ വളരെ പ്രയാസകരമാകുന്ന ഒരു വെല്ലുവിളിയെ നേരിടേണ്ടി While we were വന്നു. praying in the prayer room, we had no words. Words finished. We were just sobbing and crying for the people. ഞങ്ങൾ ആ ജനത്തിനു വേണ്ടി കരഞ്ഞ് ഞങ്ങൾക്ക് വാക്കുകൾ പോലും ഇല്ലാത്തൊരു അനുഭവത്തിലേക്ക് എത്തി. And I was really desperate. I was discouraged and desperate, I can say that. ഞാൻ വാസ്തവമായിട്ട് സമ്മതിക്കട്ടെ, ഞാൻ നിരാശനായി ആ സമയത്ത് അത്രമാത്രം വേദന കൊണ്ട് Because we നിറയാൻ. could not do anything for those people who were being persecuted at that time. കാരണം ഈ പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന ജനത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അനുഭവം. And when I thought nothing can happen, കർത്താവേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. and that is when the Lord told me a statement I will never forget. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു പദം ദൈവം എന്നോട് പറഞ്ഞത് ആ സമയത്ത്. When every door is closed for you, നിനക്ക് വേണ്ടി എല്ലാ വാതിലുകളും അടയപ്പെടുമ്പോൾ I still have 1,000 options in my hand. എന്റെ പക്കൽ 1000 മറ്റ് വഴികളുണ്ടെന്ന് മനസ്സിലാക്കുക. I suddenly sat up in the prayer room. ഞാൻ പെട്ടെന്ന് ആ പ്രാർത്ഥനാ മുറിയിൽ എഴുന്നേറ്റിരുന്നു. I thanked God. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. I walked out of the room ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. and I said, thank you for the 1,000 options. You still will do a miracle കർത്താവേ, today. അങ്ങയ്ക്ക് അങ്ങയുടെ പക്കലുള്ള 1000 വഴികൾക്കായി ഞാൻ അങ്ങ് സ്തോത്രം കരയറ്റുന്നു. അങ്ങ് ഇപ്പോഴും അത്ഭുതം ചെയ്യാൻ മതിയായവരാണ്. And I want to speak this over you also this ഞാൻ ഇന്ന് evening. നിങ്ങളുടെ മേലും ഇതേ വചനത്തെ സംസാരിക്കാൻ When ആഗ്രഹിക്കുന്നു. every door is closed over your life, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞു when you കിടക്കുമ്പോൾ, are thinking everything is over for me, നിങ്ങൾക്ക് വേണ്ടി എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്ന God മാത്രയിൽ still has 1,000 options for you, and He will choose to do what He has decided to do. നിങ്ങൾക്ക് വേണ്ടി കർത്താവിന് 1000 വഴികളുണ്ടെന്ന് മനസ്സിലാക്കുക. അവൻ എന്തിനെ നിയമിച്ചിരിക്കുന്നു അത് തന്നെ ദൈവം ചെയ്യുവാനിടയാകും. Receive it by faith and proclaim it by faith right now. ഇന്നത് വിശ്വാസത്താൽ സ്വീകരിച്ച് വിശ്വാസത്താൽ ഏറ്റുപറഞ്ഞാട്ടെ. Receive it. വിശ്വാസത്താൽ ഏറ്റെടുത്താട്ടെ. Humbly receive it. നിങ്ങൾ വിനയത്തോടെ ഏറ്റെടുത്താട്ടെ. Joyfully receive it. സന്തോഷത്തോടെ ഏറ്റെടുത്താട്ടെ. Sacrificially receive it. ത്യാഗപരമായി ഏറ്റെടുത്താട്ടെ. Your options are over, but God still has 1,000 options. നിങ്ങളുടെ വഴികളെല്ലാം അടഞ്ഞു പോയി കാണുമെന്നാൽ ദൈവത്തിന്റെ പക്കൽ വഴികൾക്ക് പഞ്ഞമില്ല. 1,000 doors are still open for my God. 1000 വഴികൾ ഇനിയും ദൈവത്തിന്റെ പക്കലുണ്ട് നിങ്ങൾക്ക് 1,000 വേണ്ടി. options are still open for my God. 1000 വഴികൾ ദൈവത്തിന്റെ പക്കൽ നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പത്തല്ല, നൂറല്ല. 1,000 doors are still open for my God. കർത്താവിന്റെ പക്കൽ ഒന്നല്ല, രണ്ടല്ല, പത്തല്ല, നൂറല്ല, 1000 വഴികൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ പക്കലുണ്ട്. Man has disappointed you, but God has an appointment with you right now. മനുഷ്യർ ഒരുപക്ഷെ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകും, എന്നാൽ ഇന്ന് ദൈവം നിങ്ങളെ കണ്ടുമുട്ടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയമാണിത്. Man's disappointment is God's appointment in your life. മനുഷ്യർ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന നിമിഷങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള നിമിഷങ്ങളാണ്. Say to the Lord, I'm willing, I'm open, I'm available. Do a surgery in my life, oh കർത്താവിനോട് God. പറഞ്ഞാട്ടെ, കർത്താവേ ഞാൻ തുറന്നിരിക്കുന്നു, കർത്താവേ ഞാൻ സമ്മതിക്കുന്നു, കർത്താവേ എന്റെ ജീവിതത്തിൽ ഒരു ശസ്ത്രക്രിയ തന്നെ, ഒരു പ്രവൃത്തി തന്നെ അങ്ങ് ചെയ്യണമേ. I will not talk about why it will not happen, but I will talk about why it will happen. ഇതെന്തുകൊണ്ട് സംഭവിക്കത്തില്ലെന്ന് ഞാൻ ഇനിമേൽ പറയുകയില്ല കർത്താവേ, ഇത് അങ്ങയാൽ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. Come on, say this with your faith. പറഞ്ഞോട്ടെ Say it. പറഞ്ഞാട്ടെ. Say it. Kabana zakederebeniando meteketeli rabanama. It shall happen because God has said it. ഇത് ദൈവം പറഞ്ഞതുകൊണ്ട് ഇത് സംഭവ്യമായി It തീരും. shall happen because God has said ഇത് it. ദൈവം പറഞ്ഞതുകൊണ്ട് ഇത് സംഭവ്യമായി It തീരും. shall happen because God has said it. ഇത് ദൈവം പറഞ്ഞതുകൊണ്ട് ഇത് സംഭവ്യമായി തീരും. I don't know what that it is for you, but it will happen. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, എന്നാൽ അത് തീർച്ചയായും സംഭവിക്കും. Stretch your hands and bring it down from the heavenly realm into the നിങ്ങളുടെ earthly realm. കരങ്ങൾ ഉയർത്തിയ സ്വർഗീയ തലങ്ങളിൽ നിന്ന് അതിനെ ഒന്ന് വിശ്വാസത്താൽ സ്വീകരിച്ചാട്ടെ. Stretch your hands and bring it down in faith. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി സ്വർഗത്തിൽ നിന്ന് അത് പ്രാപിച്ചാട്ടെ. വിശ്വാസത്താൽ പ്രാപിച്ചാട്ടെ. Hurramanadi ankaladia katal kaziga jinosje amdini wasaboni andor hoshekere de balalaba asekera diri andor de balalaba radambal ban man barban masetera de balalaba ra. Number 4. നാലാമതായി, First we said, ഒന്നാമതായി നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞു?
Yeah, you can be righteous but still have unanswered prayer. നിങ്ങൾ ഒരു നീതിമാനായിരിക്കാം, അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കാം. You can have a badge of answered prayers, but also you can have a badge of unanswered prayers. നിങ്ങൾക്ക് ഒരു വശത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച ഒരു ബാഡ്ജ് ഉണ്ടായിരിക്കാം, മറുവശത്ത് പ്രാർത്ഥന ഇതുവരെ ദൈവം കേൾക്കാത്ത മറുപടി തരാത്ത അനുഭവങ്ങളും ഉണ്ടാകാം. That should not stop you from asking God. എന്നാൽ അത് ദൈവത്തോട് ചോദിക്കുന്നതിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ തടയുവാനിടയാകില്ല. Number 2, രണ്ടാമതായി we said നമ്മൾ പറഞ്ഞത് എന്താ? you can be serving God നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കാൻ but കഴിയും, still be unaware അപ്പോഴും നിങ്ങൾക്ക് ബോധ്യമില്ലാതെ ജീവിക്കാൻ കഴിയും. of His greatness. ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് ബോധ്യമില്ലാതെ. Number 3, we said മൂന്നാമതായി നാം പറഞ്ഞത് you can be aware of your impossibilities more than the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അറിയുന്നതിലും അധികം നിങ്ങൾക്ക് അസാധ്യതകളെ അറിയാൻ കഴിയും. Verse 24 and 25. 24 25 വാക്യങ്ങൾ. इन दिनों के बाद उसकी पत्नी एलीशिबा गर्भवती हुई और 5 महीने तक अपने आप को ये कह के उसने छिपा के रखा, मनुष्यों में मेरा अपमान दूर करने के लिए प्रभु ने इन दिनों में कृपा दृष्टि करके मेरे लिए ऐसा किया है. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലിശബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. Verse 7 വായിച്ചാട്ടെ, 7 വായിച്ചാട്ടെ. 27. No, 7. ലൂക്ക് 1:7. Yeah. എലിശബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞ് ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. That was the reality. അതായിരുന്നു വാസ്തവം. But in 25, എന്നാൽ 25 she had a testimony. തനിക്കൊരു സാക്ഷ്യമുണ്ടായി. The fourth thing is, നാലാമത്തെ കാര്യം, you may have forgotten what you were praying for, but God has not forgotten those prayers. നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ള പ്രാർത്ഥനാ വിഷയം ഒരുപക്ഷെ നിങ്ങൾ മറന്നുപോയേക്കാം, എന്നാൽ ദൈവം ഒരിക്കലും അത് മറന്നു പോവുകയില്ല. I think Elizabeth had stopped praying. എന്റെ ചിന്ത ഇതാണ്, എലിശബത്ത് ആ പ്രാർത്ഥന എന്നേ നിർത്തി. And being a righteous lady, I will tell you what she was saying others. ഒരുപക്ഷെ നീതിവതിയായ ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കാം താൻ പറഞ്ഞത്. Don't pray for me, it's okay, my time is over, let us pray for others. Let us ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. The righteous lady, right, she is not accusing God, she just lived with it. നല്ല നീതിയുള്ള സ്ത്രീയാണ്, അതുകൊണ്ട് ദൈവത്തെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. ഇതൊന്ന് അംഗീകരിച്ച് താൻ അങ്ങ് She just ജീവിക്കുകയാണ്. accepted it. താൻ അതങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞു. That is the label in her life. അതെന്റെ ജീവിതത്തിൽ ഇത് എന്നും ഒരു പേരായി കിടക്കും. And she said, don't worry, don't pray for me, please don't pray for me, let us pray for others. അവർ പറയാൻ തുടങ്ങി, അയ്യോ ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. When people will come to you and say, don't worry, we have overcome, it's not painful for us anymore. ആളുകൾ വരുമ്പോൾ അവൾ പറയുമോ, സാരമില്ല, ഞങ്ങൾക്ക് ഇത് ശീലമായി, ഞങ്ങൾക്ക് ഇനി ഇത് വേദനയില്ല, ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടല്ല. When new people come to them and say, how many children you have? We don't have children. They are boldly saying, because they have lived with it. പുതിയ ആളുകൾ വന്ന് അയ്യോ എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കുട്ടികളില്ല, കാരണം ഇപ്പൊ അത് പറയുന്നവർ കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങനെ ജീവിച്ച് ശീലിച്ചിരിക്കുക. You are in that situation tonight. നിങ്ങൾ ആ സാഹചര്യത്തിലാണോ ഈ രാത്രിയിൽ? But those prayers that you prayed years ago, heaven is getting ready to answer them right now. എന്നാൽ നിങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുണ്ടല്ലോ, സ്വർഗ്ഗം അതിന് മറുപടി തരാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. God is in the business of answering prayers. ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന പ്രക്രിയയിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. God is not only a listening father, he's an answering father. പിതാവ് കേട്ടുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു പിതാവല്ല, പകരം മറുപടി തരുന്ന ഒരു പിതാവ് കൂടിയാണ്. Jacob is running away from his home. യാക്കോബ് ഈ സമയത്ത് തന്റെ വീട് വിട്ട് ഓടിപ്പോവുകയാണ്. And in the back of the wilderness he is sleeping tonight. ആ മരുഭൂമിയിൽ രാത്രി അവൻ ഉറങ്ങുകയാണ്. Stone is his pillow. അവന്റെ തലയിണ തന്നെ ഒരു കല്ലാണ്. He wants to dream of his father, his mother, his brother, but he's too tired, he sleeps. തന്റെ അപ്പനെയും അമ്മയും സഹോദരനെയൊക്കെ സ്വപ്നം കാണണമെന്നാണ് തന്റെ ആഗ്രഹം, എന്നാൽ താൻ വളരെ ക്ഷീണിതനാണ്. And then God comes to him. അപ്പോൾ ദൈവം തന്റെ അടുക്കലേക്ക് ഇറങ്ങി വരിക. I think it is Genesis 32 or 26. We'll find 32, I think. And God comes to him. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ഇത് കാണുന്നു, ദൈവം തന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. And then he tells him, I am the God of your grandfather. നിന്റെ മുത്തശ്ശന്റെ ദൈവമാണ് ഞാനെന്ന് പറയുകയാണ്. And he says, I told Abraham something, and then I repeated to your father Isaac something, but I will complete that something in your time. നിന്റെ പിതാമഹനായ അബ്രഹാമിനോട് ഞാനൊരു വാഗ്ദത്തം നൽകി, അത് തന്നെ ഞാൻ നിന്റെ പിതാവായ ഇസഹാക്കിനോടും ആവർത്തിച്ചു. നിന്റെ ജീവിതത്തിൽ ഞാൻ ആ വാഗ്ദത്തം നിവർത്തിക്കാൻ മതിയായവനാണ്. He was somebody who had left the church, by the way. സഭ വിട്ട് ഓടിപ്പോയ ഒരുവനാണ് അവൻ. He was somebody who had deserted the ship. ആ കപ്പൽ വിട്ട് ഓടിപ്പോയവൻ. But God finds him in the back of the desert. ദൈവം അവനെ മരുഭൂമിയിലാണ് കണ്ടെത്തുന്നത്. It was not in the church. സഭയ്ക്കകത്തല്ല. He was in the world. അവൻ ലോകപ്രകാരം ജീവിക്കുകയാണ്. And he was in the world. അവനെ ലോകത്തിൽ തന്നെ തുടരുകയാ.
But God meets him there. എന്നാൽ ദൈവം അവനെ അവിടെ ചെന്ന് കണ്ടുമുട്ടുകയാണ്. And he says, Jacob, അവൻ പറയുകയാണ്, യാക്കോബേ, I told your grandfather. ഞാൻ നിന്റെ പിതാമഹനോട് പറയാനിടയായി. I repeated to your father. ഞാൻ നിന്റെ പിതാവിനോട് അത് തന്നെ ആവർത്തിച്ചു. I am not sure whether he told you or not. അവൻ നിന്നോട് പറഞ്ഞോ എന്ന് പോലും എനിക്കറിയില്ല. But I have a cut apart to your grandfather. I will do that in your time. എന്നാൽ ഞാൻ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തത്തെ പാലിക്കുവാൻ എനിക്ക് കടപ്പാടുണ്ട്. നിന്റെ കാലത്ത് ഞാൻ ആ വാഗ്ദത്തത്തെ നിവർത്തിക്കും. You may have forgotten the promises of God. ഒരുപക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങൾ മറന്നുപോയി കാണും. But the one who has promised has not forgotten. എന്നാൽ ആ വാഗ്ദത്തം നൽകിയവൻ അതൊരിക്കലും മറന്നു കളഞ്ഞിട്ടില്ല. The one who has promised is not forgotten. ആ വാഗ്ദത്തം നൽകിയവൻ അതൊരിക്കലും മറന്നു കളഞ്ഞിട്ടില്ല. You may have prayers that are not answered, but a time is coming they will be answered. പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറുപടി ലഭിക്കാൻ പോകുന്ന കാലങ്ങൾ വരികയാണ്. If you are that person that the word has spoken to you, stand up wherever you are and cry out to heaven. നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണ്, വചനം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തോട് നിലവിളിച്ചാട്ടെ. Come on, cry out to the Lord. സ്വർഗത്തോട് ദൈവത്തോട് നിലവിളിക്കാമോ? Cry out to the Lord. ദൈവത്തോട് നിലവിളിക്കാമോ? Cry out to the Lord. ദൈവത്തോട് നിലവിളിക്കാമോ? And stop complaining about why your prayers are not answered. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല എന്ന് പിറുപിറുക്കുന്നത് നിർത്തുക, പരാതി പറയുന്നത് നിർത്തുക. Start thanking God for answering the prayers. പ്രാർത്ഥനകൾക്ക് മറുപടി ദൈവം തരുന്നതിനായിട്ട് നന്ദി പറഞ്ഞു തുടങ്ങുക. Thank God for also the prayers that were not answered. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ മറുപടി ലഭിക്കാഞ്ഞതിനായിട്ടും ദൈവത്തിന് നന്ദി കരേറ്റുക. Because in all of them God's will was fulfilled, so thank the Lord. കാരണം ഇതിന്റെയൊക്കെ മധ്യത്തിലും ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് അത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. നന്ദി പറഞ്ഞാട്ടെ, നന്ദി പറഞ്ഞാട്ടെ, നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ശകരബലബലബലബല. Thank you, Lord. Thank You can you, Lord. thank Thank better. you, You can thank better right now. നന്നായിട്ട് നന്ദി പറയാൻ കഴിയും. നന്നായിട്ട് നന്ദി പറയാൻ കഴിയും. കർത്താവേ, thank you, Lord. Thank you, Lord. Thank you, Lord. നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി. And when you start to count, the prayers that have been answered are more than that have not been answered. നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ കാണാനായിട്ട് കഴിയും. കർത്താവ് മറുപടി നൽകാത്ത പ്രാർത്ഥനാ വിഷയങ്ങളെക്കാട്ടിലും കൂടുതൽ കർത്താവ് മറുപടി നൽകിയ സമയങ്ങളാണ്. അവൻ നല്ല പിതാവാകുന്നു. He is a good God to He us. is a good father. അവൻ നല്ല ഒരു പിതാവാണ് നമുക്ക്. Come on, cry out to that father tonight. കർത്താവിനോടൊന്ന് നിലവിളിച്ചാട്ടെ, കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. Thank you പറഞ്ഞാട്ടെ, thank you പറഞ്ഞാട്ടെ. കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. Thank you for not extending the state of illness of his servant Pastor Raji. കർത്താവേ, പാസ്റ്റർ റജിയുടെ രോഗത്തെ അത് തുടരുവാനോ മൂർച്ഛിക്കുവാനോ അങ്ങ് അനുവദിക്കാഞ്ഞതിനായി നന്ദി കർത്താവേ. You did not allow him to suffer, and we thank you for that. കർത്താവേ, കഷ്ടതയിൽ തുടരുവാൻ ദൈവദാസനെ അങ്ങ് അനുവദിച്ചില്ലല്ലോ, അത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. It is painful, but we still want to thank you. കർത്താവേ, ഞങ്ങൾക്ക് വേദനയുണ്ടെന്നാൽ ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് നന്ദി പറയുക Thank കർത്താവേ. you for his wife and children, oh God. കർത്താവേ, തന്റെ ഭാര്യയ്ക്കായും തന്റെ മക്കൾക്കായും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. Thank you that you have not deserted them, you have still plans for them, oh കർത്താവേ, അങ്ങ് God. അവരെ കൈവിടാത്തതിനായിട്ട് ഞങ്ങൾ സ്തോത്രം കരേറ്റുന്നു. അവർക്ക് വേണ്ടി അങ്ങ് വലിയ പദ്ധതികൾ ഒരുക്കി വെച്ചതിനായിട്ട് സ്തോത്രം. നന്ദി പറയാമോ? നന്ദി പറയാട്ടെ കർത്താവ്, നന്ദി പറഞ്ഞാട്ടെ. Thank you, Lord. ഉണങ്ങിയ പ്രാർത്ഥന അല്ല, കണ്ണുനീരിന്റെ നനഞ്ഞ പ്രാർത്ഥന ഉണ്ടോ എന്നാ ദൈവം ചോദിക്കുന്നത്. Yes, Lord. Thank you, Lord. Where are the tears? The Lord wants to ask His church tonight. കർത്താവിന് ചോദിക്കുകയാണ്, കണ്ണുനീരെവിടെ? പ്രശ്നം വന്നിട്ട് മാത്രം കരഞ്ഞാ മതിയോ? കൃപ പ്രാപിച്ച് പ്രശ്നത്തിന് മുൻപേ ദൈവസന്നിധിയിൽ കരഞ്ഞ് നന്ദി പറയുവാനുള്ള കൃപ പ്രാപിക്കാമോ? Receive a gift to cry and pray. ഇന്ന് പ്രാപിച്ചാട്ടെ കർത്താവേ, കരഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ എന്റെ മേൽ പകരണമേ. Receive. This is a special level of praying with tears. ഇത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രത്യേക ഒരു തലമാണ്. Don't be ashamed of your tears. നിങ്ങളുടെ കണ്ണുനീരിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കരുത്. Don't be proud of your tears. നിങ്ങളുടെ കണ്ണുനീരിനെ കുറിച്ച് നിങ്ങൾ നിഗളിക്കുകയും ചെയ്യരുത്. Cry. കരഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. Cry for the widows of our nation. നമ്മുടെ രാജ്യത്തിലെ വിധവമാരെ ഓർത്ത് കരയുവിൻ.
especially for those in ministry who have lost their spouses. ശുശ്രൂഷയിലായി അവരുടെ കൂട്ടാളികളെ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകാൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. There are men in ministry who have lost their wives. അനേക ദൈവ പുരുഷന്മാർ ശുശ്രൂഷയിലായിരിക്കുന്നവരുണ്ട്, അവരുടെ ഭാര്യമാരെ നഷ്ടപ്പെട്ടവരുണ്ട്. Many sisters have lost their husbands. അനേക സഹോദരിമാർക്ക് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. They have never seen a bank, they have never seen a mall, they have never seen it. They were doing everything and now they are suddenly lost and empty. ഇന്ന് അവർ ഒറ്റയ്ക്കാണ്, എല്ലാം നഷ്ടപ്പെട്ട, എല്ലാം ശൂന്യമായിരിക്കുകയാണ്. അവർ ഒരിക്കലും ഒരു ബാങ്കിൽ പോയിട്ടില്ല, ഒരിക്കലും ഒരു മോളിൽ പോയിട്ടില്ല, എല്ലാം ശൂന്യമായ ഒരു അവസ്ഥയിൽ നിന്ന് ജീവിക്കുകയാണ്. Is there a church who can cry and pray for them? അങ്ങനെയുള്ളവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഇവിടെ ഉണ്ടോ? Many young children are without parents. Can a church cry and pray for them? ഒത്തിരി കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ അലയുകയാണ്. അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഇവിടെ ഉണ്ടോ? രാവിലെ ഞാൻ പറഞ്ഞല്ലോ, in the morning I said in corona hundreds of pastors passed away. Can a church pray for them tonight? ഞാൻ ഇന്ന് രാവിലെ പറയുവാനായിട്ടിടയായല്ലോ, കൊറോണയുടെ സമയത്ത് അനേക പാസ്റ്റർമാരെ സഭകൾക്ക് നഷ്ടമായി തീർന്നു. അങ്ങനെയുള്ള സഭകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? Lift up your voices, lift up your voice. നമ്മുടെ ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. And if you dare to pray, pray this, give me tears, oh God. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ എനിക്ക് കണ്ണുനീര് തരണമേ. Shambaradaba. Holy God, we pray for these precious sisters who have lost their husbands, oh God. പരിശുദ്ധ ആത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ആ പ്രിയ സഹോദരിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. We pray for this group of youngsters, oh God. കർത്താവേ, ഈ യുവാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ ഇറങ്ങി വന്നാലേ ഒക്കത്തുള്ളൂ അപ്പാ. Yes Lord, we want you to come down, Lord. You take care of our people, oh God. കർത്താവേ, ഈ ജനത്തെ അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. Cry in the presence of Jesus. കരഞ്ഞാട്ടെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ കരഞ്ഞാട്ടെ. Don't be fooled by thinking it is not me, it is not my relative. അയ്യോ, ഞാനല്ലല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവരല്ലല്ലോ എന്നൊരിക്കലും ചിന്തിച്ച് വഞ്ചിതരാകരുത്. They are your flesh, they are your people. അവർ നിങ്ങളുടെ ജനമാണ്, നിങ്ങളുടെ അതേ മാംസമാണ്. ഇന്ന് അവര് രാത്രി ആഹാരം കഴിക്കുന്നുണ്ടെന്ന് ആര് ചിന്തിക്കുന്നു? Are you even thinking about such people? അങ്ങനെയുള്ള ആളുകളെ നാം ഇന്ന് ഈ രാത്രി അവരെ ഓർക്കുന്നുണ്ടോ? കരയുക. Pastors, missionaries, frontline missionaries. Pastors are in prison, the women are at home. Women are in prison, the children are at home. Is there somebody who can pray for them tonight? ചില പാസ്റ്റർമാർ അവർ കാരാഗ്രഹത്തിലായിരിക്കുന്നു. പല പാസ്റ്റർമാർ അവർ കാരാഗ്രഹത്തിൽ കിടക്കുന്നു, ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഭാര്യമാരും ഇന്ത്യക്കകത്ത് നടക്കുന്ന കാര്യമാണ്. പല അമ്മമാരും അവർ കാരാഗ്രഹത്തിൽ കിടക്കുന്നു, അവർ കുഞ്ഞുങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആരെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കാനുണ്ടോ? Bob Pierce, the founder of World Vision, prayed this: break my heart with the things that break your heart, oh God. വേൾഡ് വിഷന്റെ സ്ഥാപകൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനിടയായി. കർത്താവേ, അങ്ങയുടെ ഹൃദയത്തെ തകർക്കുന്ന വിഷയങ്ങൾ എൻ്റെ ഹൃദയത്തെ തകർക്കുമാറാകട്ടെ. If it is possible with you, can you kneel down wherever you are and lift your voice? കഴിയുമെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നു അവിടെ ഒന്ന് നിങ്ങളുടെ മുഴങ്കാലുകളെ മടക്കി കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ. And this is an act of repentance. ഇത് മാനസാന്തരത്തിന്റെ ഒരു അടയാളമാണ്. Forgive us, Lord. Forgive us, Lord. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണം. I was more worried about my next piece of meal and my next piece of where I will eat, which restaurant I will eat, when there were a few thousand missionaries
കർത്താവേ, എൻ്റെ അടുത്ത നേരത്തെ ആഹാരം ഞാൻ ഇവിടുന്ന് കഴിക്കണമെന്നും എൻ്റെ സ്വാർത്ഥ കാര്യത്തെ മാത്രം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, അനേക ആയിരങ്ങൾ അവർ വേദനയിൽ കൂടി കടന്നു പോകുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. Lord, I threw the food in my home. കർത്താവേ, പലപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ ആഹാരം വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കർത്താവേ, for the widows and for the orphans. ഇന്ന് ആ വിധവമാരെ ഓർത്ത്, അനാഥരായവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? I don't want to even call them widows. That is almost like a stigma. They are our family, they are our people, they are our sisters. അവരെ വിധവ എന്ന് പോലും വിളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവർ നമ്മുടെ കുടുംബമാണ്, നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ കുടുംബാംഗങ്ങളാണ്. Your own sister has lost her husband. Can you believe it? നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ സ്വന്തം സഹോദരിക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടമായിരിക്കുകയാണ്. What will you do if that happens to you? നിങ്ങൾക്കത് സംഭവിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? Holy Spirit, minister to us. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണേ. Holy Spirit, speak to us. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണേ. Use me, Lord. കർത്താവേ, എന്നെ ഉപയോഗിക്കണം. Use me to comfort some people, O God. കർത്താവേ, ചിലരെ ആശ്വസിപ്പിക്കുവാൻ എന്നെ ഉപയോഗിക്കണം. Not to lecture them, but to comfort them. കർത്താവേ, അവരോട് വിവരിക്കാനല്ല, പകരം അവരെ ആശ്വസിപ്പിക്കുവാൻ. അവരുടെ കൂടെ ഇരുന്ന് പാടുവാൻ, കരയുവാൻ, നിൽക്കുവാൻ, ഷോപ്പിംഗ് ചെയ്യുവാൻ, സബ്ജി മേടിച്ച് കൊടുക്കുവാൻ എന്നെ നീ ഉപയോഗിക്കണമേ. Yes, Lord. അങ്ങനത്തെ സഹോദരിമാർക്ക് വലിയൊരു ഫണ്ട് ഉണ്ടാക്കാമോ? അവരുടെ പിള്ളേർക്ക് വേണ്ടി, ഞാൻ ഫുൾ ഇന്ത്യയുടെ കാര്യമാണ് പറഞ്ഞത്, അവർക്ക് വേണ്ടി ചിന്തിക്കുവാൻ. ഒരു സ്ഥലം വിറ്റാലും കുഴപ്പമില്ല, ആ പൈസ എടുത്ത് ആ ഒരു കഷ്ടത അനുഭവിക്കില്ല അപ്പാ. ഒരു വണ്ടി വിറ്റാലും കുഴപ്പമില്ല. A church that is concerned about the hurting and the sick and the widows and the orphans. വേദനിക്കുന്നവരെയും വിധവമാരെയും അനാഥരെ കുറിച്ച് ചിന്തിക്കുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സഭയായി തീരാൻ കഴിയുമോ? Shabbarada marada bariya narada barada bariya narada barada basha barada barada bariya narada barada bariya narada barada 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 bariya narada barada be. ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. Don't leave that prayer. This is not emotion, this is the truth we are praying. ഇതൊരു വികാരം മാത്രമല്ല, നമ്മൾ സത്യമാണ് പ്രാർത്ഥിക്കുന്നത്. Emotions will change tonight. വികാരങ്ങൾ ഇന്ന് രാത്രി കൊണ്ട് തീരുമാനിക്കാം. But let your emotions lead you to make a godly decision. എന്നാൽ ഈ വികാരങ്ങൾ ദൈവികമാകുന്ന ഒരു തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കട്ടെ. May our house become the shelter for many people like them. നമ്മുടെ ഭവനം ഇങ്ങനെയുള്ള അനേകർക്ക് കയറി വരുവാനുള്ളൊരു സ്ഥലമായി മാറട്ടെ. These sisters need safe places to move and to live and to be. In this nation, let our churches become those safe places. ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള സഹോദരിമാർക്ക് സുരക്ഷിതമായ ഒരിടമായി നമ്മുടെ ഭവനങ്ങൾ മാറട്ടെ. May they be protected from the evil one. ദുഷ്ടനിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ നമുക്കൊരു May they be കടപ്പാടുണ്ട്. protected from the flesh and the world. ഈ ലോകത്തിന്റെ ജഡികതയിൽ നിന്നും ഈ ലോകപ്രകാരമുള്ള ദൗത്യങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. So shadireyando riando robo riande hu
Riandorabasana. Yose riandorabo. Rebababana vola babam. Sebababa sandoro doro posekete. Ribababa masakuda maramanada manada malad. Ribababa navada palabaramanama. എനിക്കല്ല ഞാൻ ക്രിസ്തുവിനാത്രേ അവനായി ഞാൻ സമർപ്പിക്കുന്നേ അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും എനിക്കല്ല ഞാൻ ക്രിസ്തുവിനാത്രേ. Make us holy, Lord. Make us set apart, Apacha. കർത്താവേ, ഞങ്ങളെ വിശുദ്ധരാക്കണമേ, ഞങ്ങളെ വേർതിരിക്കണമേ. Let us not offer the ordinary. Help us to offer the holy to you, O God. കർത്താവേ, സാധാരണമായത് അർപ്പിക്കുവാൻ ഞങ്ങളെ ഇടയാക്കരുത്. വിശുദ്ധമായത് മാത്രം അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. May our children be holy. കർത്താവേ, ഞങ്ങളുടെ മക്കൾ അവർ വിശുദ്ധരാകട്ടെ. May our family life be holy. ഞങ്ങളുടെ കുടുംബ ജീവിതം അത് വിശുദ്ധമാകട്ടെ. May our finances be holy. കർത്താവേ, ഞങ്ങളുടെ സമ്പത്ത് അത് വിശുദ്ധമാകട്ടെ. കങ്ങൾ കാണട്ടെ നിൻ മുഖത്തെ ദർശിപ്പാനിവൻ ഭാരത്തെയും കങ്ങൾ കാണട്ടെ നിൻ മുഖത്തെ ദർശിപ്പാനിവൻ ഭാരത്തെയും എൻ ചെവികൾ ശ്രവിക്കുന്ന ഹൃദയം വഴങ്ങും രക്ഷകനിൻ വകയാ എൻ ചെവികൾ ശ്രവിക്കുന്ന ഹൃദയം വഴങ്ങും രക്ഷകനിൻ. കർത്താവേ, എനിക്കല്ല ഞാൻ ക്രിസ്തുവിനാ അവനായി ഞാൻ സമർപ്പിക്കുന്നേ അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെ വഴിയേ അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും. Holy Spirit, we thank you. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. Thank you for exposing our weakness. ഞങ്ങളുടെ ബലഹീനതകളെ അങ്ങ് കാണിച്ചു തന്നതിനായി നന്ദി. And thank you for showing us that we still need you, Lord. കർത്താവെ, ഞങ്ങൾക്ക് ഇന്നും അങ്ങേ ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നതിനായി നന്ദി. Thank you for telling us we are not perfect. കർത്താവെ, ഞങ്ങൾ പൂർണ്ണരല്ലെന്ന് ഞങ്ങളോട് തുറന്നു പറഞ്ഞതിനായി നന്ദി. And thank you for reminding us you will help us until we are perfect. Oh God. കർത്താവേ, ഞങ്ങൾ പൂർണ്ണരാകും വരെയും അങ്ങ് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഇന്ന് ഉറപ്പ് തന്നതിനായിട്ട് സ്തോത്രം. Because you will never ask us to do anything until you will help us to do that very thing. കർത്താവേ, ഞങ്ങളെ അങ്ങ് സഹായിക്കാതെ ഒരിക്കലും അത് ചെയ്യുവാൻ ഞങ്ങളോട് അങ്ങ് പറയുകയില്ലല്ലോ. And we thank you, Holy Spirit. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. We bless this church right now. കർത്താവേ, ഈ സഭയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Deep roots കർത്താവേ, ആഴമേറിയ വേരുകളുള്ളവരായി, and strong fruits കർത്താവേ, നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി, for many ethnos and groups of people. കർത്താവേ, പല വിഭാഗത്തിലുള്ള ജനസമൂഹത്തെ സന്ധിക്കുവാൻ ഈ സഭയെ അങ്ങ് ഉപയോഗിക്കണമേ. The Lord is showing me a vision. I'm not sure whether it is a Nambudri or a Nair,
very influential lady sitting in this corner of the hall. ദൈവമേ ഇങ്ങനൊരു ദർശനം കാണിക്കുകയാണ്. നമ്പൂതിരിയാണോ നായരാണോ എന്നെനിക്ക് വ്യക്തമല്ല. ഈ ഹാളിന്റെ ഒരു വശത്തിരിക്കുകയാണ്. And she's here. God, the Lord will bring her here with a need in her life. തൻ്റെ ജീവിതത്തിൽ ഒരു ആവശ്യവുമായിട്ട് ദൈവം ആ വ്യക്തിയെ ഈ ആലയത്തിൽ കൊണ്ടുവരും. And she will not tell it to anybody. താനത് ആരോടും പറയുകയില്ല. But the church, the Lord will use the church to meet that need. എന്നാൽ അവരുടെ ആവശ്യത്തെ സന്ധിക്കുവാനായി ദൈവം ഈ സഭയെ ഉപയോഗിക്കും. And she will be a testimony in this city of the transforming power of the Lord Jesus Christ. ദൈവത്തിന്റെ രൂപാന്തരം വരുത്തുന്ന ശക്തിയെക്കുറിച്ച് ഈ പട്ടണത്തോട് മുഴുവനും സാക്ഷ്യം പറയുന്ന ഒരു സാക്ഷിയാക്കി ആ സഹോദരിയെ ദൈവം മാറ്റും. Pray for influential people to be in your church. അങ്ങനെ അനേകരെ സ്വാധീനിക്കുവാൻ കഴിവുള്ള ആളുകൾക്ക് വേണ്ടി അങ്ങനെ ആളുകൾ നിങ്ങളുടെ സഭയിൽ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. Can you lift your hands and pray and welcome them into the church? നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി അങ്ങനെയുള്ളവർ കടന്നു വരുവാനായി അവരെ സ്വാഗതം ചെയ്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. Come on, pray. പ്രാർത്ഥിച്ചാട്ടെ, അവരെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. And say this, when they come, we will take care of them, oh God. ഇന്നൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ അവർ ഞങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവരെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാട്ടെ പിതാവിനോട്. We will pray for them, oh God. കർത്താവേ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളാം. We will visit them, oh God. ഞങ്ങൾ അവരെ വിസിറ്റ് ചെയ്യാൻ കർത്താവേ. We will sacrifice for them, oh God. കർത്താവേ ഞങ്ങൾ അവർക്ക് വേണ്ടി ത്യാഗപരമായി പ്രവർത്തിക്കാൻ. We will do everything that is needed for them, oh God. കർത്താവേ അവർക്ക് ആവശ്യമുള്ളത് മുഴുവനും ഞങ്ങൾ ചെയ്തു കൊടുക്കും കർത്താവേ. Because sometimes you have to pay the price to bring people into the kingdom of God. കാരണം ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള വ്യക്തികൾ ആലയത്തിലേക്ക് ദൈവരാജ്യത്തിലേക്ക് വരുവാനായി നാം ഒരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. The church, are you willing to pay that price? സഭയെ അങ്ങനെ ഒരു വില കൊടുക്കുവാൻ നാം തയ്യാറാണോ? കരങ്ങളൊന്ന് ഉയർത്തി just receive the grace to do that in the days to അത് come. ചെയ്യുവാനായി ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുവാൻ ആ കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാപിച്ചാട്ടെ.